നമുക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ട്രംപിനെ പോലും തിരുത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്ക് ട്രംപിനെ പോലും തിരുത്തിക്കാൻ പറ്റും. സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരത്തിന് കുട്ടികളെ ഇറക്കി വിട്ടിട്ട് സ്വന്തം മകളെ സ്വാശ്രയ കോളേജിൽ പഠിപ്പിച്ച പിണറായി വിജയൻ ഹിപ്പോക്രസി ഇല്ലെന്ന് താങ്കൾ പ്രസ്താവിച്ചാൽ അതിനോട് യോജിക്കാൻ സാധിക്കത്തില്ല. താങ്കൾക്ക് ഉത്തരമുണ്ട്. ഈ 10 വർഷം മുമ്പ് 2016 പിണറായി വരുമ്പോൾ കേരളം അങ്ങ് പൊന്നാകുമെന്ന് വിശ്വസിച്ചു പോയ വിഡ്ഢിത്തം ഞാൻ കാണിച്ചതുകൊണ്ടാണ്. സത്യം അങ്ങ് പറയാമെങ്കിൽ ഞാൻ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് അങ്ങയുടെ വീഡിയോ ഞാൻ വാച്ച് ചെയ്യാനേ പോയിട്ടില്ല. കാരണം അത്രമാത്രം എന്നെ ഹേറ്റ് ചെയ്തു. ഇതുപോലൊരു വ്യക്തി എന്തുകൊണ്ട് സാജൻ സാറിന്റെ ചാനലിൽ വന്നു? ആർക്കെങ്കിലും ലോകം അറിയുന്നവർക്ക് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അവരുടെ വാതിൽ തുറന്നു കൊടുക്കേണ്ട പണി എൻ്റെ വെളുപ്പിക്കലല്ല. ഞാൻ ഗണേഷ് കുമാർ മഹാനാണ്, അയാൾ പെണ്ണുപിടിയിൽ അതൊക്കെ പറഞ്ഞ നുണയാണ് എന്ന് പറഞ്ഞ അയാളെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ വിമർശനം ശരിയാണ്. അങ്ങയുടെ പൊതുവെയുള്ള ന്യൂസുകളിൽ എല്ലാം തന്നെ ഒരു ബയസ്ഡ് ഏതോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് താങ്കൾ ചാഞ്ഞു നിന്നുകൊണ്ട് ന്യൂസ് പറയുന്നു എന്നുള്ളതാണ്. അത് BJPക്ക് തന്നെ ആണെന്നുള്ള ഒരു കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ BJPയുടെ ഏറ്റവും വലിയ നേതാവ്. എന്നെ എപ്പോഴും വ്യാജൻ സ്കറിയാന്ന് വിളിക്കും. നമസ്കാരം. മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്ക് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് ടെക്സസിന്റെ ആദരം. ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടുന്ന സംഘടനയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മെമ്പർ ശ്രീ PP ചെറിയാൻ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് ടെക്സസിന്റെ പ്രസിഡന്റ് ശ്രീ സണ്ണി മാളിയേക്കൽ അധ്യക്ഷ പ്രസംഗവും നടത്തി. ചടങ്ങിൽ ഷാജൻ സ്കറിയ ഉപഹാരം സമർപ്പിച്ച് സംഘടന ആദരിച്ചു. ചടങ്ങിന് ശേഷം ഷാജൻ സ്കറിയ മറുപടി പ്രഭാഷണവും നടത്തി. ശേഷം സദസ്സുമായുള്ള ചോദ്യോത്തര വേളയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെയും പബ്ലിക് ഇന്ററാക്ഷന്റെയും വീഡിയോ കാണാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആ മൊബൈൽ ഫോൺ എടുത്തിവിടെ വെച്ചിട്ട് സമയം നോക്കാമെന്ന് ഓർത്താണ് ആദ്യം വെച്ചത്. പിന്നെ ഓർത്ത് ഞാനിവിടെ മൊബൈൽ ഫോൺ ഇവിടെ വെച്ച് സമയം നോക്കി ആരെങ്കിലും തെറ്റിദ്ധരിക്കും ഞാൻ മൊബൈലിൽ പോയിന്റ് കുറിച്ച് വെച്ചിട്ട് സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു കൊടുത്തത്. സമയം നോക്കാമെന്ന് തീരുമാനിക്കാൻ കാര്യം, ഇന്നലെ ഹൂസ്റ്റണിൽ വെച്ച് ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. 1 മണിക്കൂർ 10 മിനിറ്റ് ഞാൻ സംസാരിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ അരമണിക്കൂറായെന്ന് ഓർത്തിരിക്കുമായിരുന്നു. ഇനി ഒരു പക്ഷേ എൻ്റെ മുമ്പോട്ടുള്ള യാത്രയിലെ റെക്കോർഡായിരിക്കും ഏറ്റവും ദീർഘനേരം സംസാരിച്ച ആ പ്രസംഗമായിരിക്കും. അരമണിക്കൂർ കൂടുതൽ പ്രസംഗിക്കരുത് എന്ന് വിശ്വസിക്കുന്ന പള്ളിയിൽ അച്ഛന്മാരൊക്കെ 10 മിനിറ്റ് കൂടുതൽ പ്രസംഗിക്കരുതെന്ന് പറയുന്ന ആളാണ് ഞാൻ. അപ്പം അങ്ങനെ നീളാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ചെറിയ നമ്മളെല്ലാവരും ഒരു സൗഹാർദ്ദ സദസ്സാണ്. മാത്രമല്ല ഈ വേദിയിലെത്തിയപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയത്, നമ്മൾ ഏത് വേദിയിൽ പോയാലും ഒരിക്കലും കൃത്യസമയത്ത് തുടങ്ങാറില്ല. അത് കേരളത്തിലും അതെ, കേരളത്തിന് പുറത്താണല്ലോ അത്. പക്ഷെ ഇവിടെ 4:59 തുടങ്ങി. 5 പറഞ്ഞിരുന്നത് ഞാൻ നോക്കുമായിരുന്നു. 4:59 തുടങ്ങി. വാസ്തവത്തിൽ നമ്മുടെ മലയാളികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം. ഞാൻ ഈ സമയനിഷ്ഠയോട് വലിയ നിർബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു, സംഘാടകരോട്, പ്രോഗ്രാം തുടങ്ങുന്ന സമയത്തിന് 1 മണിക്കൂർ മുമ്പ് ഞാൻ എത്തും. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും എനിക്ക് അല്ലെങ്കിൽ എപ്പോഴും ഓടി വരാൻ പറ്റുന്നല്ലോ അമേരിക്ക. ഒരുപക്ഷെ ഇനിയിപ്പം ഡാളസിലേക്ക് ഇനി വരാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല, നമുക്കറിയില്ല. വരുമ്പോൾ എൻ്റെ സംഭാഷണം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് നേരിട്ട് സംസാരിക്കാനും ഒക്കെയുള്ളൊരു അവസരം എന്നില്ലാണ് നേരത്തെ വരുന്നത്. പലപ്പോഴും നമ്മൾ ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോഴാണ് നമുക്ക് വളരെ കൃത്യമായ ധാരണയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യം അങ്ങനെയല്ല എന്ന് തിരിച്ചറിയുന്നത്. അത് ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ നാസയിൽ പോയപ്പോഴാണ് ഈ റോക്കറ്റിന് എത്രയും വലിപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ഇഷ്ടം പോലെ റോക്കറ്റ് പൊങ്ങുന്നത് കാണുന്നുണ്ട്, വാർത്ത ചെയ്യാറുണ്ട്. പക്ഷെ നാസയിലെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ആദ്യത്തേതാ മൂൺ വലിപ്പമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. എങ്കിൽ പോലും അതിൻ്റെ ഒരു വലിപ്പം കണ്ടപ്പോഴാണ് ഇത്രയും വലിയ കാര്യങ്ങളും. ഇപ്പം ഞാനിവിടെ വന്നപ്പം നമ്മുടെ ഒരു സുഹൃത്തിനെ കാണുന്നു. അപ്പം എന്നോട് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ കെട്ടിപ്പിടുത്തം നേഴ്സിംഗ് സമൂഹത്തിന് നൽകുന്ന പരിഗണനയുടെ ഒരു നന്ദിയാന്ന് പറഞ്ഞു. നേഴ്സിംഗ് സമൂഹത്തെ പിന്തുണയ്ക്കുന്നതിന് പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട്. ഒന്ന്, സമൂഹത്തിൽ പിന്തുണയ്ക്കാനില്ലാത്ത ആളുകളെ പിന്തുണയ്ക്കുക എന്നത് ഞാൻ ഈ പത്രപ്രവർത്തനം തുടങ്ങിയപ്പോൾ എടുത്ത തീരുമാനമാണ്. ഇതിന് നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത, വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു സമൂഹമാണ്. അപ്പോൾ അതിന് വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇപ്പം ഞാൻ ആം ആദ്മി പാർട്ടി തുടങ്ങിയപ്പോൾ ഞാൻ ഒരുപാട് പിന്തുണച്ചിരുന്നു. 2020 തുടങ്ങിയപ്പോൾ ഞാൻ ഒരുപാട് പിന്തുണച്ചിരുന്നു. ഇതൊന്നും
സമാന്തരമായി വളർന്നു വരുന്ന പ്രസ്ഥാനങ്ങൾ. അതേസമയം CPM-ഓ കോൺഗ്രസോ BJP-യോ അവരെയൊന്നും നമ്മൾ പിന്തുണച്ചില്ലെങ്കിലും അത് നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്. അതേസമയം ഒരു ആം ആദ്മി പാർട്ടി വരുമ്പോഴോ അല്ലെ 2020 വരുമ്പോഴോ അല്ലെങ്കിൽ ചെങ്ങറയിൽ ആളുകൾ സമരം ചെയ്യുമ്പോഴോ ഒക്കെ നമ്മൾ പിന്തുണയ്ക്കണം. കാരണം ഈ വ്യവസ്ഥാപിത രീതികൾക്കെതിരെ വളർന്നു വരുന്ന സംവിധാനങ്ങളെ നമ്മൾ പിന്തുണച്ചില്ലെങ്കിൽ അതങ്ങ് അസ്തമിച്ചു പോകും. അതുകൊണ്ട് വളരെ അപൂർവമായി മാത്രമേ ഈ സമൂഹത്തിൽ നിന്നും ഇത്തരം വ്യത്യസ്തമായ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരാറുള്ളൂ. കാരണം നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത, എല്ലാ മേഖലയിലും പോയി രാഷ്ട്രീയ പാർട്ടികൾ പിടിമുറുക്കും. ഇപ്പോൾ CITU അല്ലെങ്കിൽ INTCU 2 യൂണിയനുകൾ, BMS 3 യൂണിയനുകൾ, എല്ലാവർക്കും ഉണ്ട് യൂണിയൻ കേട്ടോ. പത്തനാപുരംകാരെ ഞാൻ കുറച്ച് പേരൊക്കെ ഉണ്ട്, അവർക്ക് അവിടെയുണ്ട് യൂണിയൻ. ഗണേഷ് കുമാറിൻ്റെ പാർട്ടിക്കുണ്ട് യൂണിയൻ. KSRTCയിലെ വലിയ യൂണിയൻ അവരുടേതാണ്. അപ്പം ഈ യൂണിയനുകളിലേക്ക് ആളുകൾ ചേർന്ന് കഴിയുമ്പോൾ ആ ഒരൊറ്റ യൂണിയൻ പ്രവർത്തനം കൊണ്ട് ഇവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുക. കാരണം ഈ യൂണിയനുകൾ എന്തിനാണ്? ഈ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ തൊഴിലാളികളെ അവിടെ പിടിച്ചു നിർത്താനാണ്. ഇതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം കേരളത്തിൽ നിങ്ങൾ ആലോചിക്കും, നിങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെങ്കിലും ഓട്ടോറിക്ഷ കയറിയിട്ടുണ്ടാവും. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിലാണ് ഓട്ടോറിക്ഷ എന്ന് പറയുന്നത്. ഒരു 50,000 ഓട്ടോറിക്ഷകൾ കുറഞ്ഞത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല, അത് കൂടുതൽ കാണും. ഈ ഓട്ടോറിക്ഷക്കാരെല്ലാം ഈ പറയുന്ന ഏതെങ്കിലും ഒരു യൂണിയനിൽ അംഗത്തുള്ളവരാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആ പാർട്ടികൾക്ക് വേണ്ടി ഇവർ കൊടി പിടിക്കുന്നു എന്നല്ലാതെ ഇവരുടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ ഓട്ടോറിക്ഷക്കാർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവർ ആളുകളെ ചൂഷണം ചെയ്യുന്ന വിഷയമൊക്കെ ഉണ്ട്, എങ്കിൽ പോലും അവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവിടെയാണ് നേഴ്സുമാർക്ക്, അതേസമയം പല മേഖലകളിലും അസംഘടിതമായ മേഖലകളിൽ ഈ യൂണിയനുകളൊന്നുമില്ല. അവിടെയാണ് 2011 UNA എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായി വരുന്നത്. ഞാനത് പറയുക, നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളൊക്കെ ആ കാലത്തിന് മുമ്പേ ഇവിടെ എത്തിയവരായിരിക്കും. പക്ഷെ ആ സമയത്ത് 2010-11 കാലയളവിൽ, ഓർക്കണം 15 വർഷം മുമ്പത്തെ കഥയായി പറയുന്നത്, നേഴ്സുമാരുടെ ശമ്പളം 3000 മുതൽ 6000 വരെ രൂപയാണ് ഒരു മാസത്തെ ശമ്പളം. ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റില്ല, 12 മണിക്കൂർ പണിയെടുക്കണം. വല്ലാത്തൊരവസ്ഥ. നൈറ്റ് ഷിഫ്റ്റിന് അലവൻസ് ഇല്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ഒരു ചെറിയ പ്രതിഷേധം ഉണ്ടാവുന്നു. അതായത് ഈ ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉണ്ടാവുന്നു. ഈ പ്രതിഷേധം സംഭവിച്ചപ്പോൾ അതിനു മുമ്പ് ഒരു സാഹചര്യങ്ങളുണ്ടായി. ഞാൻ ആ പെൺകുട്ടിയുടെ പേര് മറന്നുപോയി. മുംബൈയിൽ ജോലി ചെയ്തിരുന്ന ഒരു നേഴ്സ്. അന്ന് വിദേശത്തേക്ക് പോകാൻ, ആർക്കെങ്കിലും പേര് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. വിദേശത്ത് പോകുക എന്നുള്ളതാണല്ലോ കേരളത്തിലുള്ള നേഴ്സുമാർക്ക് എങ്ങനെയെങ്കിലും വിദേശത്ത് പോകുക, അതുവരെ സഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സൗദിയിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടും. അന്ന് ഈ ബോണ്ട് സമ്പ്രദായമുണ്ട്. നമ്മൾ പോയി നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവെക്കും, ബോണ്ട് ചെയ്യണം. ഈ പെൺകുട്ടി കടം മേടിച്ച പാവപ്പെട്ട വീട്ടിലെ തൊടുപുഴക്കാരിയ കൂലിപ്പണിയെടുത്ത് വീട്ടുകാരെ പഠിപ്പിച്ചു, ലോൺ എടുത്ത് ഈ നേഴ്സിംഗ് പാസ്സായി ബോംബെയിലെ ഒരു ആശുപത്രി, വലിയ പ്രസിദ്ധമായ ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ഇതിനിടയിൽ ഈ പെൺകുട്ടിക്ക് സൗദിയിൽ ഒരു ജോലി കിട്ടി, സാമാന്യം തരക്കേടില്ലാത്ത ശമ്പളം. സൗദി പോകാൻ ശ്രമിച്ചപ്പോൾ ഈ ആശുപത്രി മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊടുക്കത്തില്ല. കൊടുക്കണമെങ്കിൽ 50,000 രൂപ അവൾ അങ്ങോട്ട് ആശുപത്രിക്ക് അടയ്ക്കണമെന്ന് പറയുന്നു. 50,000 രൂപ. ആകപ്പാടെ 3,000 രൂപ ശമ്പളം കിട്ടുന്നതിൻ്റെ അകത്ത് 500 രൂപ മിച്ചമുള്ളൂ, 2,500 രൂപ തീരുവ ചെലവാ. ഈ പെങ്കൊച്ച് എന്ത് ചെയ്യും? പരമാവധി ശ്രമിച്ചു, പക്ഷെ നടക്കുന്നില്ല. അവസാനം ഈ പെങ്കൊച്ചൊരു കത്തെഴുതി വെച്ചിട്ട് മരിച്ചു. നേഴ്സാ. അവള് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ എന്നെ പോലെ മരിക്കുക, അല്ലെങ്കിൽ ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തുക എന്നൊരു കത്തെഴുതി വെച്ചിട്ട് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഒരു തൊടുപുഴക്കാരിയാണ്. ഇത് വലിയൊരു ചലനം നേഴ്സുമാർക്കിടയിൽ ഉണ്ടാക്കി. ഇവരുടെ എല്ലാം ജീവിതത്തിലെ ആഗ്രഹം എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് പോകണമെന്നുള്ള. ഭാഗ്യം ചെയ്ത് നിങ്ങൾ കുറച്ചു പേർക്ക് നേരത്തെ അമേരിക്കയിലെത്തി. പിന്നീട് അമേരിക്കയിലും ഗ്യാപ്പായിരുന്നല്ലേ, ഒത്തിരി കാലമായിട്ട് വരാൻ പറ്റുന്നുണ്ടായിരുന്നു. കുറച്ച് പിന്നീടാണ് ഇംഗ്ലണ്ടിലേക്കൊക്കെ ആൾ വരുന്നത്. ഇത് വല്ലാത്തൊരു ഒരു ഒരു എന്താ പറയുക, ഒരു വിഷമം നേഴ്സിംഗ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നു. ഈ സമയത്താണ്
നേഴ്സിംഗ് പഠിച്ച് യാദൃച്ഛികമായി നേഴ്സിംഗ് പഠിച്ച് ജാസ്മിൻ ഷാ എന്ന് പറയുന്ന മലപ്പുറംകാരനായ ഒരു മുസ്ലിം പയ്യൻ, ഇവനും അവൻ്റെ കൂട്ടുകാരുടെ എല്ലാം കൂടെ ഒരു ബാച്ച് ഗാദറിംഗ് നടക്കുക. ഇവൻ ഖത്തറിൽ ജോലിയാ, ഖത്തറിൽ നിന്ന് അവധിക്ക് വന്നതാ. അപ്പൊ ഇവർ ഈ നേഴ്സിന്റെ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് പറഞ്ഞു, നമുക്കൊരു യൂണിയനൊക്കെ ഉണ്ടാക്കി രംഗത്തിറങ്ങിയാലോ എന്നൊക്കെ സംസാരിക്കുമ്പോഴാണ് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവുന്നതും അവിടുത്തെ 3-4 നേഴ്സുമാരെ സസ്പെൻഡ് ചെയ്തതും. അപ്പൊ ഇവർ പെട്ടെന്ന് അനൗദ്യോഗികമായി ഒരു യൂണിയൻ എന്ന നിലയിൽ അവിടെ ഇവരുടെ ബാച്ച്മേറ്റ് കുറച്ച് പേരെല്ലാം കൂടെ കൂടി സമരം പ്രഖ്യാപിച്ചു, ചെറിയൊരു സമരം. അപ്പൊ മാനേജ്മെന്റ് പറഞ്ഞു, അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം, നിങ്ങൾക്ക് നേതാക്കന്മാർ വല്ലതും ഉണ്ടെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴാണ് ഈ ജാസ്മിൻ ഷാ ഖത്തറിൽ നിന്ന് അവധിക്ക് വന്നിരിക്കുക. അപ്പൊ ഇവർ പറഞ്ഞു, ജാസ്മിനെ നീയാണ് പ്രസിഡന്റ് എന്ന് പറ, നമുക്ക് പോയി ഒരു ചർച്ച നടത്താമെന്ന് പറഞ്ഞു. അപ്പൊ ജാസ്മിൻ ശരി, അവധിക്ക് വന്നാണല്ലോ, തിരിച്ചു പോകാനിരിക്കുകയാണല്ലോ. ജാസ്മിൻ ഈ ഒരു സംഘടനയുടെ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പ്രസിഡന്റ് എന്ന നിലയിൽ ചർച്ചയ്ക്ക് പോവുകയാണ്. ഇവർ കുറച്ചു പേരുണ്ട്. ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഈ ആശുപത്രി മാനേജ്മെന്റ് താലപ്പൊലിയൊക്കെ ആയിട്ട് സ്വീകരിക്കുകയാണ്. പൊന്നാടയൊക്കെയാണ്, അതുകൊണ്ട് ഞാൻ പൊന്നാട വേണ്ടെന്ന് പറഞ്ഞ് പൊന്നാടയൊക്കെ അണിഞ്ഞ് താലപ്പൊലിയൊക്കെ ആയിട്ട് ഈ മാനേജ്മെന്റ് ഈ ജാസ്മിൻ ഷായം സംഘത്തെ അകത്തോട്ട് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്നൊരു മുറി അടച്ചിട്ട് 8 തിട്ടങ്ങ് അടിച്ചു. ഇവരുടെ ഗുണ്ടാസംഘം ആലോചിക്കേ, ഇവരുടെ ഒരു ഗുണ്ടാസംഘം ഈ പിള്ളേരെ മുഴുവൻ എടുത്തിട്ടടിച്ചു, പലരുടെയും കൈയും കാലും ഒടിഞ്ഞു. എന്നിട്ട് ആംബുലൻസെ കയറ്റി വഴി കൊണ്ട് തട്ടിട്ട് പോയി. ഇത് പലർക്കും അറിയാത്തൊരു സംഭവമാണ്. എങ്ങനെയാണ് അവരങ്ങനെ ചെയ്തത്? നമ്മുടെ നാട്ടിൽ അപ്പോഴുള്ള സംവിധാനം അനുസരിച്ച് അസംഘടിതരായ നേഴ്സിംഗ് വിഭാഗത്തെ ആക്രമിച്ചാൽ പരസ്യം കൊടുക്കുന്ന ഒരു വലിയ ആശുപത്രി അങ്ങനെ ചെയ്താൽ ഒരു പത്രത്തിലും വാർത്ത വരത്തില്ല. മറുനാടന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ടു ദി സൊസൈറ്റി എന്ന് പറയുന്നത് ഇന്ന് ഏഷ്യാനെറ്റും മനോരമയും വരെ ഇത്തരമൊരു സംഭവം ഉണ്ട് റിപ്പോർട്ട് ചെയ്യുമെന്നതാ. ഇല്ലേ അവർക്ക് നാട്ടുകാർ തെറിയാക്കേണ്ടി വരും. അന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെയൊക്കെ സ്ഥിതി ഇങ്ങനെ. ഇതെന്നല്ല, ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മുതലാളിയുടെ ഓഫീസുകളിൽ വീട്ടിലും റെയ്ഡ് നടത്തിയിട്ട് ഇൻകം ടാക്സ് കള്ളപ്പണം പിടിച്ചത് 1500 കോടിയാണ് കള്ളപ്പണം. ആലോചിച്ച് നോക്കി. ഇതൊന്നും ആരും അറിയത്തില്ല. ആർക്കും ഇപ്പോഴും ആർക്കും തട്ടിപ്പ് നടത്താൻ എളുപ്പമാണ്. കേരളത്തിൽ പരസ്യം കൊടുത്താൽ മതി. ഈ വാർത്ത അന്ന് മറുനാടൻ മലയാളി ഓൺലൈൻ പോർട്ടലുണ്ട്. 2008 തുടങ്ങിയതാണ്. അന്ന് ആരോ ഞങ്ങളെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ കുറച്ച് പിള്ളേരെ ഇവിടെ എടുത്തിട്ട് തല്ലിയിട്ടുണ്ട്, എന്താ സംഭവം എന്ന് അറിയത്തില്ല, അമൃതക്കാരാന്ന് പറയുന്നു. ഞാൻ ഒരാളെ വിട്ടു അന്വേഷിച്ച് വിവരം അറിഞ്ഞു, പോലീസിന് ചോദിച്ചു. അപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ടെങ്കിലും ഇവരെ പേടിയാ, കാരണം അമൃതയാണല്ലോ. ഞങ്ങളിത് വാർത്തയാക്കി. ഈ വാർത്തയാക്കിയപ്പോഴേക്ക് ഈ വാർത്ത അങ്ങ് ഷെയർ ആയപ്പോഴത്തേക്കും കേരളത്തിലെ ആശുപത്രികൾ മുഴുവൻ നേഴ്സുമാർ വികാരഭരിതരായി രംഗത്ത് വന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. അപ്പൊ അന്ന് ജാസ്മിൻ പറഞ്ഞിട്ട് പോയി, നീയൊക്കെ കാണിച്ചോ, ഞാൻ ഇതോടെ തീരുമാനിച്ച് ഞാൻ ഇനി ഖത്തറിലേക്ക് പോകുന്നില്ല, യൂണിയൻ ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ച് യൂണിയൻ ഉണ്ടാക്കി തുടങ്ങിയ ഒരു സമര കൊടുങ്കാറ്റാണ്. ഞാൻ ഇങ്ങോട്ട് വിമാനം കയറുന്നതിൻ്റെ അന്ന്, അതായത് ഈ മാർച്ച് 4-ാം തീയതി വിമാനം കയറുന്ന അന്ന് 25,000 നേഴ്സുമാരാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. 25,000 നേഴ്സുമാർ. ഞാനത് എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ദീർഘമായി പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ 15-16 വർഷം ഈ നേഴ്സിംഗ് കമ്മ്യൂണിറ്റിയെ പിന്തുണച്ചത്, ഒന്ന് എൻ്റെ സഹോദരി കാലിഫോർണിയ നേഴ്സാണ്, എൻ്റെ അനിയൻ്റെ ഭാര്യ നേഴ്സാണ്. അതാണ് 2 ഇമ്മീഡിയറ്റ് കുടുംബത്തിൽ 2 പേരുള്ളത്, ഞങ്ങൾ 7 പേരിൽ. എനിക്ക് പരിചയമുള്ള ആയിരക്കണക്കിന് നേഴ്സുമാരുണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും. ഞാൻ ഈ നേഴ്സുമാരെ കാണുന്നത് കേരളത്തിൻ്റെ യഥാർത്ഥ അംബാസഡർമാരായ. കാരണം ഇപ്പോഴല്ലേ ഈ നമ്മൾ IT-ക്കാരെയൊക്കെ ഞാൻ കണ്ട്, IT-ക്കാരും എഞ്ചിനീയർമാരും ഒക്കെ ഇപ്പോഴല്ലേ വരുന്നത്. എത്രയോ കാലം മുമ്പ് എൻ്റെയൊക്കെ കുടുംബത്തിൽ പണ്ട് 40-50 കൊല്ലം മുമ്പ് അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ പോയ നേഴ്സുമാരുണ്ട്. അങ്ങനെ ലോകത്തിന് മുഴുവൻ കേരളത്തിൻ്റെ ഒരു സ്പർശം കൊടുത്ത, അതും വലിയ പ്രധാനമന്ത്രിമാരെ, പ്രസിഡന്റുമാരെ, രാജാക്കന്മാരെ, രാജ്ഞിമാരെയൊക്കെ ശുശ്രൂഷിക്കുന്ന നമ്മുടെ മലയാളി പെൺപിള്ളേരാണ്. ഇത് പക്ഷെ ആരും അംഗീകരിക്കാത്തൊരു കാലത്ത് ഇവരെ അവഗണിച്ചിട്ടപ്പോൾ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കേരളത്തിലെ ആശുപത്രികൾ ഭൂരിഭാഗം ഇപ്പം മാറുന്നുണ്ട്. ഇപ്പം അമേരിക്കക്കാരാണ് മുതലാളിമാർ. അമേരിക്കയിലെ ബ്ലാക്ക് സ്റ്റോണും KKR-ഉം ഒക്കെയാണ്. ഈ ഭൂരിപക്ഷം
അതുകൊണ്ട് ഈ മതത്തെ തൊട്ട് കളിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് എക്കാലത്തും പേടിയാണ്. കാരണം സംഘടിതര മതം ഒരൊറ്റ തീരുമാനം പ്രഖ്യാപിച്ച സർക്കുലേഷൻ പോവും. ഇപ്പം കാലം മാറി കേട്ടോ, ഇപ്പം ഇതൊന്നും വിഷയമല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു ഇഷ്ടം എനിക്ക് കമ്മ്യൂണിറ്റിയോടുണ്ട്, അവരോടൊപ്പം നിന്ന്. ഇതിപ്പോൾ കേരളത്തിലെ നേഴ്സുമാർക്ക് അന്തസ്സായി ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ UNA എന്ന് പറയുന്ന സംഘടന, ആ സംഘടനയെ പിന്തുണച്ചതിൻ്റെ ഒരു അഭിമാനം എനിക്കുണ്ട്. അന്ന് സത്യത്തിൽ എനിക്ക് ഇവർ സെക്രട്ടേറിയറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ വിശദീകരിക്കുന്നില്ലെങ്കിലും, ഈ തൃശ്ശൂർ ഇവരിടയ്ക്കിടയ്ക്ക് പരിപാടി നടത്തും. തൃശ്ശൂർ എനിക്ക് എപ്പോഴും പോകാൻ പറ്റത്തില്ല, വലിയ പരിപാടിയാണ്. ഞാൻ ഇക്കുറി തൃശ്ശൂർ ചെന്നപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയി. ഒരു 15,000 നേഴ്സുമാർ തൃശ്ശൂരുണ്ട്. പക്ഷെ അവിടെ ഒരു ചലനം ഉണ്ടാക്കുന്നില്ല. കാരണം എന്താ പറയുക, ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. ഈ നേഴ്സുമാരുടെ ഒരു പ്രത്യേകത, ഇവർ സമരത്തിന് വരുമ്പോഴും ആശുപത്രി മുടങ്ങാതിരിക്കാൻ നേഴ്സുമാരെ 1/3 നേഴ്സുമാരെ വെച്ചിട്ടാണ് വരുന്നത്. ഈ നാട്ടുകാർക്കും പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഇവരൊരു ഗ്രൗണ്ടിൽ കൂടുന്നു, യോഗം ചേരുന്നു, പോകുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ സമരം നടത്തിയിട്ട് ഒരു കാര്യമില്ല, ആരും അറിയത്തില്ല. നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടായാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവൂ. എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു, ഇപ്പം അവിടെ ഒരു പത്രം ഒന്ന് റിപ്പോർട്ട് ചെയ്തില്ല, ഈ തൃശ്ശൂരിൽ 2 ആഴ്ച മുമ്പത്തെ സംഭവമാണ്. ഇല്ല, 2 ആഴ്ച പോലും ഇല്ല, 1.5 ആഴ്ച മുമ്പത്തെ സംഭവം. ഞാൻ വന്ന് സെക്രട്ടേറിയറ്റ് മറിച്ച് നടത്തൂ. ശരി, ഞങ്ങൾ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് അനൗൺസ് ചെയ്തു, മാർച്ച് 5-ാം തീയതി. ഞാൻ പറഞ്ഞു, ജാസ്മിനെ, ഞാൻ മാർച്ച് 4-ന് രാത്രി പോകുക. എന്നാ സെക്രട്ടേറിയറ്റ് മാർച്ച് 4 ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചു. ഞാൻ അതിൻ്റെ ഒരുപാട് പ്രതിസന്ധികൾ കടന്നുപോയി. ആ പ്രസംഗമൊക്കെ ആളുകൾ കേട്ട് കാണും. അവസാന നിമിഷം സർക്കാർ വേദി റദ്ദ് ചെയ്യുന്നു. ഇല്ല, നേഴ്സുമാർ വരുക, പക്ഷെ വേദിയില്ല. എനിവേ, അതെല്ലാം പരിഹാരം ഉണ്ടാക്കിയിട്ട് അന്ന് സമ്മേളനം നടക്കുന്നതിനിടയിൽ 8 മണിക്ക് ഞാൻ ഓടിപ്പോയി പാക്ക് ചെയ്ത് 10 മണിക്ക് 9:45 എയർപോർട്ടിൽ ചെന്ന് 11 മണിയുടെ ഫ്ലൈറ്റിന് കയറി പോകുന്നത്. ഞാൻ ബാംഗ്ലൂർ വന്ന് തങ്ങി, ബാംഗ്ലൂർ രാവിലെ ഇങ്ങനെ പോകുന്നത് ഞാൻ. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പം സണ്ണിച്ചായനോട് ദീർഘകാലമായിട്ട് എനിക്ക് പരിചയമുണ്ട്. അപ്പം സണ്ണിച്ചായൻ ഇന്ന് പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ആ ഒരു വിവാഹ തട്ടിപ്പ് വാർത്തയുടെ കാര്യം. എനിക്ക് സന്തോഷം തോന്നി, മറ്റൊന്നും കൊണ്ടുമല്ല. ഞാൻ ഓർക്കാതെ എത്രയോ സംഭവങ്ങൾ, എത്രയോ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ എനിക്ക് എൻ്റെ ഈ തൊഴിൽ വഴി സാധിച്ചിട്ടുണ്ട്, ഒരുപാട് പേരുടെ. പക്ഷെ ഞാൻ പലപ്പോഴും ഓർക്കത്തില്ല, കാരണം നമ്മളിതിങ്ങനെ കുറിച്ചു വെക്കുന്നില്ല. ഇപ്പം നേഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഒരു ഉത്തരവിട്ടു, അത് കള്ളത്തരമാണ്, നടക്കത്തില്ല. അത് ഞാനിപ്പോൾ ജാസ്മിനോട് പറഞ്ഞതിന് മുമ്പ് വിളിച്ചു, തട്ടിപ്പാ. പക്ഷെ അന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ട് കാര്യം, എല്ലാ ചാനലുകളും, റിപ്പോർട്ടർ ചാനല്, പുതുതായിട്ട് തുടങ്ങിയ ബിഗ് TV ഒക്കെ, ബിഗ് TV ഇമ്പാക്ട്, റിപ്പോർട്ടർ TV ഇമ്പാക്ട് എന്ന് പറഞ്ഞ് അടിക്കുന്നുണ്ട്. ഞാനൊരു ഇമ്പാക്റ്റും ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ ആരാണോ ശബ്ദമില്ലാത്തവരെ അവർക്കൊപ്പം നിൽക്കുക, ഓർത്തു വെക്കേണ്ട കാര്യം പോലും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ ഒരു ഉത്തരവാദിത്വം, സാമൂഹ്യ പ്രവർത്തനം, ഞാൻ വളരെ കൃത്യമായിട്ട് പറയട്ടെ, ഞാൻ പത്രപ്രവർത്തകനാണ് അടിസ്ഥാനപരമായി. വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ പത്രപ്രവർത്തനത്തിലേക്ക് പോയ ആളാണ്. അതിനിടയിലാണ് ഞാൻ ബ്രിട്ടനിലേക്ക് പോവേണ്ടി വരുന്നത്. എൻ്റെ ഭാര്യ ഒരു ഒളിമ്പ്യനാണ്. അപ്പോൾ ഭാര്യയുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ബ്രിട്ടനിലേക്ക് പോകുന്നത് 2002. ഞാനപ്പോൾ അവൾ സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നു, ഞാൻ സ്റ്റുഡൻറ്റ് ഡിപ്പെൻഡൻ്റായി പോകുന്നു. പിന്നീട് ഞാൻ എൻ്റെ വിസ കാറ്റഗറി മാറ്റിയെടുക്കുന്നു, അവിടെ താമസിക്കുന്നു. ഈ പത്രപ്രവർത്തനത്തിനിടയിൽ ബ്രിട്ടനിലേക്ക് പോയപ്പോൾ എൻ്റെ ഒരു ഹോബി എന്ന നിലയിലാണ് ഞാൻ ഈ ഓൺലൈൻ പത്രപ്രവർത്തനം തുടങ്ങുന്നത്. അല്ലാതെ ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലായിരുന്നു, ഈ ഫുഡ് മാനുഫാക്ചറിങ് കമ്പനിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റോറിലാണ് എൻ്റെ വർക്ക്. ഈ സ്റ്റോർ ഭയങ്കര തണുപ്പ്, അറിയാമല്ലോ, -1 അല്ലെ -1 എന്ന രീതി മാറിക്കൊണ്ടിരിക്കുന്ന തണുപ്പാണ്. വലിയ കോട്ടൊക്കെ ഇട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടൊരു ഗുണമുണ്ട്, അവിടേക്ക് മാനേജർമാരും വരത്തില്ല, കാരണം ഈ തണുപ്പ് കാരണം. അപ്പം നമ്മൾ ആ ഒരു കൾച്ചറിൻ്റെ ഭാഗമായി കഴിയുമ്പോൾ ഡ്രൈവർമാർ വരുന്നു, അവരുമായിട്ട് ലോഹിയായാൽ മതി, വേറൊരു കൾച്ചറാണ്. അപ്പോൾ ഇഷ്ടം പോലെ സമയം കിട്ടും. മറ്റ് ഫാക്ടറിയിൽ ഈ ലൈനിൽ പണിയുന്ന പോലെ അല്ല. അപ്പം നമ്മൾ പെട്ടെന്ന് പണി തീർക്കുന്നു, സ്റ്റോക്ക് എടുക്കുന്നു, അങ്ങനത്തെ കുറേ പണികളെല്ലാം ചെയ്ത് നമ്മൾ നേരെ ക്യാൻറ്റീനിലേക്ക് വരും. അപ്പം ഒരു കുഴപ്പമില്ല, ക്യാൻറ്റീനിൽ ക്യാൻറ്റീനിൽ ഇഷ്ടംപോലെ പത്രങ്ങളുണ്ട്, ഇംഗ്ലീഷ് പത്രങ്ങൾ, ഇത് വായിക്കും. ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയപ്പെടുന്നു. ഇംഗ്ലണ്ടിൽ വലിയൊരു നിയമമാറ്റം വരാൻ പോകുന്നു കുടിയേറ്റ കാര്യത്തിൽ. അതുവരെ 5 വർഷം നിങ്ങൾ ഇംഗ്ലണ്ടിൽ ജോലി ചെയ്താൽ PR കിട്ടും, പെർമനന്റ് റെസിഡന്റ് കിട്ടും. ഇവിടേക്ക് ഗ്രീൻ കാർഡോടെ വരാം, പക്ഷെ അവിടെ അങ്ങനെയല്ല. 5 വർഷം വർക്ക് പെർമിറ്റ് എടുത്താൽ
ഗ്രീൻ കാർഡ് കിട്ടും. ഇപ്പോൾ 98-ൽ ടോണി ബ്ലെയർ സർക്കാർ വന്നതിന് ശേഷം വലിയ തോതിൽ നേഴ്സുമാരുടെ ഒരു പ്രവാഹം എത്തിയിരുന്നു. ഇവരെല്ലാം 5 കൊല്ലം കഴിയുമ്പോൾ PR കിട്ടുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് നിയമം വരുന്നു, ഇത് 10 കൊല്ലത്തേക്ക് ദീർഘിപ്പിക്കാൻ പോകുന്നു. അപ്പം ഞാൻ ഓർത്തോടെ ഇത് ഭയങ്കര സംഭവമാണല്ലോ. പിറ്റേ ദിവസം മനോരമയെ കാണും, ദീപിയെ കാണും എന്നൊക്കെ ഓർത്ത് നോക്കുമ്പോൾ ഒരിടത്തും ഇല്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ പ്രവാസികളുടെ വാർത്ത എന്ന പേരിൽ കേരളത്തിലെ പത്രങ്ങൾ വരുന്ന ഇവരുടെ അസോസിയേഷൻ്റെ വാർത്തകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ പ്രവാസികൾ അറിയേണ്ട ഒരു വാർത്തയും വരുന്നില്ല. അങ്ങനെ ഈ വിവരം ഈ മലയാളികളൊന്ന് അറിയിക്കാൻ എന്താ വഴി എന്ന് ധരിച്ചാണ്, അപ്പോഴാണ് ഈ 2007 അന്ന് ബ്രോഡ്ബാൻഡ് തുടങ്ങിയിട്ടില്ല, ഡയലപ്പ് കണക്ഷനാണ്. അപ്പോൾ ദീപികയ്ക്ക് ഓൺലൈനുണ്ട്, പത്രങ്ങൾക്കൊക്കെ ഉണ്ട്, 3-4 പത്രങ്ങൾക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ ബ്രിട്ടീഷ് മലയാളി എന്ന പേരിൽ ഒരു ഓൺലൈൻ പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് ഈ വാർത്ത. അപ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ട്, കാരണം ഇത് ഈ മലയാളം ഫോണ്ടൊക്കെ കിട്ടത്തില്ല ആ സമയത്ത്. അന്ന് വാർത്ത എഴുതി സ്കാൻ ചെയ്ത് ഇമേജായിട്ട് ആഡ് ചെയ്യുക. ഇപ്പം രാവിലെ എണീക്കുന്ന വായനക്കാരെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ടോയ്ലറ്റിൽ പോകും, അപ്പോഴേ ഓപ്പണായി വരത്തുള്ളൂ, തിരിച്ചു വരുമ്പോഴേ ഓപ്പൺ ആകത്തുള്ളൂ. ഈ വാർത്ത വലിയ തോതിൽ കമ്മ്യൂണിറ്റിയെ സ്വാധീനിക്കുന്നു. ഇതൊരു ക്യാമ്പയിനായി മാറുന്നു. ഞാൻ ഈ പത്രത്തിലൂടെ ആളുകളോട് പറയുന്നു, നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പം ഇവിടെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, നാട്ടിലെ പോലല്ല ബ്രിട്ടനിൽ, ഇവിടെ ഇങ്ങനെ തന്നെ ആവാം. അവിടെ 540 MP-മാരുണ്ട്. ഈ കൊച്ചു രാജ്യത്ത് 6 കോടി ജനങ്ങൾക്ക് 540 MP-മാരുണ്ട്. അപ്പോൾ ഒരു MP-യെ കാണുക എന്ന് പറയുന്നൊരു പാടുള്ള കാര്യമല്ല. ഞാൻ ആളുകളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം, ഞാനൊരു കത്ത് ഇംഗ്ലീഷിൽ എഴുതിയിടുന്നു, നിങ്ങൾ ഈ കത്ത് പ്രിന്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഈ നാട്ടും പുറത്ത് നിങ്ങൾ ഈ താമസിക്കുന്ന ഇടത്തെ ഈ ഒപ്പ് മേടിക്കുക മാക്സിമം, എന്നിട്ട് MP-യുടെ അപ്പോയിൻമെൻ്റ് എടുത്തുകൊണ്ട് കൊടുക്കുക. ഈ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു. എന്നിട്ട് ആരെങ്കിലും കൊണ്ട് കൊടുത്ത് പടം വായിച്ചെന്നാൽ വാർത്ത കൊടുക്കും. ഇത് ഞാൻ തുടക്കം 2007 കാര്യമാണ് പറയുന്നത്. ഇതിനുണ്ടായ ഗുണം എന്താണെന്നറിയാവും? ഏതാണ്ട് 50ഓളം MP-മാരുടെ അടുത്ത് ഈ വിഷയം എത്തുന്നു. ഈ ബില്ല് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ 50ഓളം MP-മാർ ഈ വിഷയം ചർച്ചയിൽ പങ്കെടുക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിലവിലുള്ളവരെ ഒഴിവാക്കണം, പുതിയ നിയമം കൊണ്ടുവന്നുള്ളൂ, നിലവിലുള്ളവരെ ഒഴിവാക്കണം. ഒടുവിൽ ആ നിയമം അമെൻഡ് ചെയ്ത് അവിടെ ഉള്ളവരെ ഒഴിവാക്കിക്കൊണ്ടാണ് പാസ്സാക്കിയത്. ആ പാസ്സായില്ല, പിന്നീട് മാറിപ്പോയത്. ഇത് ഞാൻ പഠിച്ചൊരു പാഠം, നമുക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ട്രംപിനെ പോലും തിരുത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്ക് ട്രംപിനെ പോലും തിരുത്തിക്കാൻ പറ്റും. അല്ലല്ല, അത് ശ്രമിച്ചാൽ നടക്കും. ഇതൊരു തുടക്കമാണ്. അപ്പൊ ഇത്തരത്തിൽ എത്രയോ കാര്യങ്ങൾ ഈ പണി വഴി സമൂഹത്തിന് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഒരു ഉപോൽപ്പന്നം എന്താണ് പറയുന്നത്, ഒരു ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അപവാദമാണ്. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത, ഒരു വ്യക്തി എവിടെയെങ്കിലും അറ്റൻഷൻ കിട്ടിയാൽ, ശ്രദ്ധിക്കപ്പെട്ടാൽ, അത് ചെറിയൊരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ പോലും, ഇവിടെ ഒരാൾ എല്ലാവരേക്കാൾ മിടുക്കനാണെന്ന് തോന്നലുണ്ടാവുന്ന അപ്രീസിയേഷൻ കിട്ടിയാൽ, ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൂടുതലൊരു പ്രസിദ്ധി കിട്ടിയാൽ, അയാൾക്കെതിരെ ചെറിയൊരു കോക്കസ് രൂപപ്പെടും. ഞാൻ അതിൻ്റെ തുടർച്ചയാണ്. ഇപ്പം ഞാൻ ഒരു തമാശ പറയാം, എല്ലായിടത്തും എനിക്ക് ബന്ധങ്ങളുണ്ട്. ഈ എന്താ ബന്ധം ഉണ്ടാകാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പോയി മണി അടിച്ചിട്ടൊന്നുമില്ല, സത്യം പറയുന്നുള്ള ബോധ്യം കൊണ്ടാണ്. ഇപ്പം ഡാളസിലും എന്നെ എനിക്കറിയത്തില്ലാത്ത സ്നേഹിതന്മാരുണ്ടാവും, എനിക്ക് പരിചയമില്ലാത്ത സ്നേഹിതന്മാരുണ്ട്. അതുകൊണ്ടാണ് ഡാളസ് മച്ചാൻ സോങ് കൊണ്ട് പറയുന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ്. ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ എൻ്റെ വരവിനെ കുറിച്ച് ഒരു ചർച്ച നടക്കുന്നു. എനിക്കറിയത്തില്ലാത്ത ഒരാൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു തന്നു. ഒരു പക്ഷേ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാവാം, അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകരോടുള്ള ശത്രുത കൊണ്ടാവാം, എന്തും ആവാം. അപ്പം അതിലൊരു ചർച്ച ഞാൻ വളരെ കൗതുകത്തോടെ ചിരിയോടെ കേൾക്കുക. ഈ മച്ചാൻ ഗ്രൂപ്പിൽ ഇവൻ്റെ പേരിൽ എത്ര കേസുണ്ടെന്ന് അറിയാമോ? ഇവനെ തൊടുപുഴയിലിട്ട് പഞ്ഞിക്കിട്ടത് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഞാൻ ഇവിടുത്തെ കഥ പറഞ്ഞതാ. ഇത് എനിക്കതിൽ ഒരു അത്ഭുതവും തോന്നിയില്ല. ഇപ്പം ഞാൻ സണ്ണിച്ചാനെ വിളിച്ചു പറഞ്ഞു, സണ്ണിച്ച എല്ലാവർക്കും ആശങ്കയുണ്ട് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. ഞാൻ സണ്ണിച്ചാനെ വിളിച്ചു പറഞ്ഞു, സണ്ണിച്ച വരുമെന്ന് പറഞ്ഞാൽ വരും. ഇപ്പം ഇതിനു മുമ്പ് വരാതിരുന്നത് പലരും പറഞ്ഞു വിസ റിജക്ട് ചെയ്ത് അല്ലെ കേസനാവൊന്നും കൊണ്ടൊന്നുമല്ല. എന്നെ ഈ പരിപാടിക്ക് വേണ്ടി ആദ്യമായി അമേരിക്കയിലേക്ക് ഞാൻ പറഞ്ഞില്ല, രാവിലെ 4 മണി മുതൽ രാത്രി 11 മണി വരെ പണിയെടുക്കുന്നൊരു മനുഷ്യനാണ് ഞാൻ. രാവിലെ 4-ന് തുടങ്ങിയാൽ തീരുന്നത് 11 മണിക്കാണ്. കൃഷിപ്പണി അടക്കമുണ്ട്, ജീവിതത്തിൽ റൊട്ടീനുണ്ട്. കഴിയുന്നതും ഞാൻ പബ്ലിക് പരിപാടികൾക്ക് പോകത്തില്ല.
അവാർഡ് മേടിക്കാൻ പോകത്തില്ല. ഇങ്ങനെ ഒരു രീതിയാണ് ജോലി എടുക്കുക എന്നുള്ള എൻ്റെ ലക്ഷ്യം. പക്ഷേ ഈ 2023 എനിക്കൊരു കേസ് ഉണ്ടായപ്പോൾ തിരിച്ചു. ഇതൊക്കെ വേണം, പബ്ലിക് പരിപാടിക്കൊക്കെ പോകണം, അവാർഡൊക്കെ മേടിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് മാറി. അന്ന് വളരെ ആവേശത്തോടു കൂടി ഹൂസ്റ്റണിലുള്ള ഒരു ബ്ലസൻ, എനിക്ക് പരിചയമില്ല ബ്ലസനെ, അപ്പോൾ എനിക്ക് അവാർഡ് പ്രഖ്യാപിക്കുന്നു. ഇരുമ്പ് കസേരയ്ക്ക് പകരം നല്ല കസേരയെ കൊണ്ടിരുത്തു എന്ന് പറയുന്നു. അപ്പം ഞാനിത് കേസുമായി ബന്ധപ്പെട്ട് മാറി താമസിക്കുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം കാണും. അപ്പോൾ എനിക്ക് ഇയാളോടൊരു സ്നേഹം തോന്നി, ഈ ബ്ലസനോട്. അപ്പം ഞാൻ ഓർത്തെന്നാൽ പോയേക്കാം. അങ്ങനെയാണ് ഞാൻ അമേരിക്കയിൽ പോരാൻ തീരുമാനിക്കുന്നത്. പക്ഷേ മുമ്പ് പറഞ്ഞ മാതിരി ഒരുപാട് സ്നേഹിതരുള്ള കാരണം ഏതൊക്കെയോ ചില സ്നേഹിതർ തടസ്സം ഉണ്ടാക്കിയത് കാരണം വിസയുടെ അപേക്ഷ നടന്നില്ല. സത്യത്തിൽ പാവം ബ്ലസനും കുറേ ആൾക്കാരൊക്കെ വിസയ്ക്ക് വേണ്ടിയിട്ട് പ്രോസസ്സിന് ഏൽപ്പിച്ചവര് പണി തന്നു, എൻ്റെ മാത്രം അപേക്ഷ പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം എന്തോ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞാൻ ഇത് പോപ്പപ്പ് ചെയ്തു വന്നു, ഈ ബ്ലസന്റെ പഴയ അവാർഡ് പ്രഖ്യാപനം. അപ്പോഴും ഞാൻ ഓർത്താൽ ശരി പോയേക്കാം. ഞാൻ ബ്ലസനെ വിളിച്ചു, ബ്ലസൻ ഒരു സ്പോൺസർഷിപ്പ് കത്ത് തരൂ, ഞാൻ വിസയ്ക്ക് കൊടുക്കുകയാണ്. ബ്ലസൻ അപ്പം തന്നെ അവിടുത്തെ ഇന്ത്യ പ്രസ് ക്ലബിനോട് പറഞ്ഞു, ഒരു കത്ത് തന്നു, വിസയ്ക്ക് അപേക്ഷിച്ചു. ഇവർ പറയുന്ന ഒരു ചടങ്ങുമില്ല. ഞാൻ വിസയ്ക്ക് അവിടെ ചെന്നപ്പോൾ എന്നോട് എവിടെ പോകാൻ ചോദിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പോകുന്ന സംഘടനയുടെ പേരും പറഞ്ഞു ഇൻ്റർവ്യൂ എന്നപ്പം. അതൊക്കെ തെറ്റിയാൽ കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. ഞാനാണ് 1000 ഫയലുമായിട്ടാണ് പോകുന്നത്. അവർ പറഞ്ഞു പാസ്പോർട്ട് മാത്രം മതിയെന്ന് പറഞ്ഞു. എങ്ങോട്ട് സംഘടനയുടെ പേര് ചിരിച്ച് വിസ അടിച്ചു തന്നു. 5 ദിവസം കൊണ്ട് വിസ കിട്ടി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഹൂസ്റ്റണിൽ പോയി ആ പരിപാടി പങ്കെടുത്ത് ലോസ് ആഞ്ചലസുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ അടുത്ത് പോയി 2 ദിവസം താമസിച്ച് പോകാം എന്നോർക്കുമ്പോഴാണ് സണ്ണിച്ചായൻ വിളിക്കുന്നത്, വരണം, ഇവിടെയും വരണമെന്ന് പറഞ്ഞു. ശരി, വന്നേക്കാം. അപ്പോൾ അത് ഓർപ്പിക്കട്ടെ, ഇന്നലെ സണ്ണിച്ചായനും ബെന്നിയും ഇവരെല്ലാം ഷാജിയൊക്കെ അടങ്ങുന്നൊരു സംഘം അവിടെ വന്ന് കാത്തു കെട്ടിക്കിടന്ന് അവിടുന്ന് എന്നെയും കൊണ്ട്, ഞാൻ ആ ബെന്നിയെ പ്രത്യേകം നന്ദിയോട് ഓർക്കുന്നു. കാരണം ഞങ്ങൾ 5:30 മണിയായപ്പോഴും ഇവിടെ എത്തിയത്. ഇത് കഴിഞ്ഞിട്ട് രാവിലെ ഇന്ന് വെളുപ്പിന് 5:30ക്ക് എത്തിയത്. ഇനി സൺഡേ ആണ്, പള്ളിയിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞു. സണ്ണിച്ചാൻ പള്ളിയിൽ പോകുന്ന ആളാണെന്ന് എനിക്കറിയില്ല, എന്നാലും എന്നെ പള്ളി കൊണ്ടുപോയി. ഇതൊക്കെ നിമിത്തമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ ഒരു ഉത്തരവാദിത്വം ചെയ്താൽ ഒരു വശത്തേക്ക് നടക്കും. പലരും പല പരദൂഷണങ്ങളും പറയും, ഇപ്പം പലതും പറയും, അതൊക്കെ ഇവിടെ നടക്കട്ടെ. നമ്മൾ ശരിയായ വഴിയെ പോയാൽ ആ വഴി സംരക്ഷിക്കപ്പെടും. അത് നമ്മുടെ ഉത്തരവാദിത്വം അല്ല, നമ്മളെ ഈ ധർമ്മം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നില്ല ചെറിയൊരു ഹാൾ ബുക്ക് ചെയ്യുമ്പോൾ ഇത്രയും പേരെ പ്രതീക്ഷിച്ച് കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആളുകൾക്ക് സീറ്റില്ലാത്ത അവസ്ഥയുണ്ടായി. അതെന്തുകൊണ്ടെന്നറിയോ? എന്നോടുള്ള ഇഷ്ടം കൊണ്ടോ ബഹുമാനം കൊണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല, സത്യത്തോടുള്ള ജനങ്ങളുടെ ഒരു ഇഷ്ടം കൊണ്ട്. അതിപ്പോൾ എനിക്ക് പകരം ലോകത്ത് വേറെ ആരാണെങ്കിലും സത്യം പറയുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. അല്ലെങ്കിൽ കാരണം ഈ പറഞ്ഞാൽ മാത്രം വരും. ഒരുപാട് വാചകടിക്കാർ നമുക്കറിയാം, ഭയങ്കര ഡയലോഗ് അടിക്കും, പക്ഷെ അവരുടെ ഒറിജിനൽ സ്വഭാവം ഇങ്ങനെ ആയിരിക്കത്തില്ല. അത്ര ശ്രദ്ധയോടെ നമ്മൾ സത്യത്തെ കൈകാര്യം ചെയ്താൽ അത് എവിടെയാണെങ്കിലും ആദരിക്കപ്പെടും, അംഗീകരിക്കപ്പെടും. ആ ആദരവ് നിങ്ങൾ എനിക്ക് നൽകുന്നതിൽ നന്ദിയുണ്ട്. പിന്നെ ഞാൻ ഡാളസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഏതാണ്ട് 30 വർഷം മുമ്പ്, 94-95 വർഷത്തിൽ ഇവിടെ ഡാളസ് മലയാളി എന്ന പേരിൽ ഒരു അച്ചടിക്കുന്ന പത്രം ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഡി മലയാളി ഡാസ് മലയാളി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ ഇപ്പോഴത്തെ പേര്? അല്ല, ഡെയിലി. ഒരു ജോസ് എന്ന് പറയുന്ന പിറവങ്കാരനായിരുന്നു ഇത് നടത്തിയിരുന്നത്. എനിക്ക് അദ്ദേഹം ഇപ്പോഴും ഇവിടെ ഉണ്ടോയെന്നറിയില്ല, ഒരു കോണ്ടാക്റ്റും എനിക്കില്ല, അന്ന് മൊബൈലൊന്നും ഇല്ലാത്ത കാലമാണ്. എൻ്റെ ഒരു ബന്ധു ഹൂസ്റ്റണിലുണ്ട്, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. അങ്ങനെ ഈ ജോസ് എന്ന് പറയുന്ന ഈ പിറവങ്കാരനായ ആൾ എന്നെ ബന്ധപ്പെട്ടു. അദ്ദേഹം പേരിടുകയും എന്നിട്ട് എന്നോട് ഒരു മാസിക പോലെ ഇറക്കിത്തരണമെന്ന് പറയുകയും ചെയ്തു. അന്ന് ഞാൻ ഭട്ടതിരി എന്ന് പറയുന്ന വലിയൊരു ആർട്ടിസ്റ്റ് ഉണ്ട് തിരുവനന്തപുരത്ത്. അദ്ദേഹത്തെ കൊണ്ട് ഞാനാണ് ഈ ഡാളസ് മലയാളി ഡിസൈൻ ചെയ്യിപ്പിച്ചത്. എനിക്കിപ്പോഴും സംശയമുണ്ട്, ഡാളസ് ആയിരുന്നോ ഡള്ളാസ് ആണോ എന്നൊരു സംശയം എനിക്കിപ്പോഴും ഉണ്ട്. സെയിമാണ്. ഞാൻ ഏതാണ്ട് അപ്പോൾ എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ, ഈ ഡാളസ് മലയാളിക്കകത്ത് ഒരു 10-16 പേജ് ടാബ്ലോയിഡ് സൈസാണ്, കണ്ടന്റ് ഉണ്ടാക്കുക, ഡിസൈൻ ചെയ്യുക, എന്നിട്ട് പ്രിന്റബിൾ സാധനം എടുത്ത് ഫിലിം ആക്കി ഇങ്ങോട്ട് അയക്കുക, ഇവിടെ പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യും. എനിക്കന്ന് ഏതാണ്ട് $300 തരും.
എൻ്റെ ധാരണയാണ്, മറന്നുപോയി, 30 കൊല്ലം മുമ്പാണ്. അല്ല, എൻ്റെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ഞാൻ ആ പ്രായത്തിൽ. ഒരു $100 ഞാൻ ചെലവ് നിർത്തും. $200 എനിക്ക് മിച്ചമാണ്. അന്ന് എന്നെ സംബന്ധിച്ചുള്ള വലിയൊരു വരുമാനമാണ്. അന്നത്തെ കാലത്ത് $200 എന്ന് പറഞ്ഞാൽ വലിയ വരുമാനമാണ്. പക്ഷെ ആ വരുമാനമൊക്കെ എനിക്ക് ചീറ്റിപ്പോയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം ഇത് പ്രിൻ്റ് ചെയ്ത് വിടുത്തു. പിന്നെ പുള്ളി അതങ്ങ് നിർത്തി. കാരണം ഇത് പുള്ളി ലാഭം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് കാണും, ആരും മേടിച്ച് കാണത്തില്ല, കൊടുത്ത് കാണത്തില്ല. പുള്ളി എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ പോലും എനിക്കൊരു പ്രതീക്ഷ, ഇനി അഥവാ കിട്ടുവാണെങ്കിൽ കിട്ടുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒരു 6 മാസം കൊണ്ട് ഇത് ഉണ്ടാക്കി അയച്ചു കൊടുത്തു. എനിക്ക് 6 മാസം കിട്ടിയ പൈസയൊക്കെ പോയി, കിട്ടുകയില്ല. ഈ 6 മാസം നമ്മൾ മുടക്കി ചെലവ് പോയല്ലോ. അങ്ങനെ ഒരു ഡാളസ് മലയാളിയുടെ ഒരു അനുഭവം കൂടി എനിക്ക്. അങ്ങനെയാണ് ഈ ഡാളസിനെ കുറിച്ചുള്ളൊരു നല്ലൊരു പരിചയം എനിക്കുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വലിയൊരു സംഭാഷണത്തിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം മാത്രം ഞാൻ പ്രിയപ്പെട്ട ഡാളസിലെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്നെക്കുറിച്ചൊരു ധാരണയുണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ എന്നെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടൊരു ധാരണയുണ്ട്. ആ ധാരണ ഞാൻ ഒരിക്കലും തെറ്റിക്കത്തില്ല. ഒരിക്കലും എന്നെ വിശ്വസിച്ചതുകൊണ്ട് ഷാജൻ സത്യമാണ് പറയുന്നത്, ഷാജൻ പറയുന്ന സത്യം കൊള്ളാം എന്ന് നിങ്ങൾ ആരോടേലും പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ തല ഉനിക്കേണ്ടി വരത്തില്ല. അത് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു വാക്കാണ്. കാരണം വളരെ സിമ്പിളാണ്. ഞാൻ 2012 വരെ 2009 വരെ ബ്രിട്ടനിൽ പണിയെടുത്ത്, ഞാൻ ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞ മാതിരി എൻ്റെ ജോലി നിങ്ങളാരും ജോലി ചെയ്യുന്ന പോലെ അല്ല. ഞാൻ എന്ത് ചെയ്താലും ശക്തമായി ചെയ്യുന്ന ആളാണ്. ഒരു ദിവസം 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യും. മാസത്തിൽ ഒരു ദിവസം ഓഫ് എടുക്കത്തുള്ളായിരുന്നു. അപ്പോൾ അവിടെ ഈ മാനേജറുമായിട്ട് നല്ല ക്രിസ് ഗത്തിൻ എന്ന് പറഞ്ഞൊരു മാനേജരായിരുന്നു, നല്ല മാനേജരായിരുന്നു. അപ്പം 8 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഓവർ ടൈമാണ്. ഹാഫ് കൂടെ കിട്ടും. സാറ്റർഡേ ആണ് മുക്കാലൂടെ കിട്ടും, സൺഡേ ആണ് ഫുൾ കിട്ടും. എല്ലാ സാറ്റർഡേ സൺഡേ ഞാൻ ജോലി ചെയ്യുമായിരുന്നു. അവധി അല്ലാത്ത ദിവസം എടുക്കുള്ളായിരുന്നു. അങ്ങനെ പണിയെടുത്ത് അതിൻ്റെ കൂടെ ഈ ഓൺലൈൻ പോർട്ടലും വളർത്തി എനിക്ക് ജീവിതത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധികളൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കി ആണ് ഞാൻ ഈ പൂർണ്ണസമയ ഈ ഓൺലൈൻ പോർട്ടൽ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ലാഭം ഉണ്ടാവുമെന്നോ കേസ് ഉണ്ടാവുമെന്നോ ഒന്നും കരുതിയില്ല. ഞാൻ കേസൊക്കെ ഉണ്ടാവുന്നാലും കുഴപ്പമില്ല എന്ന് കരുതിയ, ഇത്രയും ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പം എത്രയോ പോർട്ടലുകൾ, യൂട്യൂബർമാർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്, എന്തെല്ലാം വർഗീയതയും. അവർക്ക് ആർക്കും കേസില്ല. ഞാൻ അടപടലം, ഈ നമ്മൾ ഈ മലയാളത്തിൽ പറയുന്ന അടപടലം, മൂഞ്ചി എന്നൊരു വാക്ക് പറയാറുണ്ട്. ഇങ്ങനെ ഒരു വാക്ക് എഴുതി അപ്പം കേസാ. അപ്പൊ പിന്നെ ഞാൻ കഴിഞ്ഞിട്ട് 3 കുത്തിടാൻ തുടങ്ങി. പിന്നെ അവസാനം അതും നിർത്തി. കാരണം എന്നാലും കേസാണ്. അല്ല, ഈ നമ്മുടെ ചിലർ ടാർഗറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞേ ടാർഗറ്റ് ചെയ്ത്, ഇപ്പം ജാസ്മിൻ ഷായുടെ കാര്യം ഞാൻ പറഞ്ഞു. 2019 ജാസ്മിൻ ഷാ അടക്കം UN മുഴുവൻ നേതാക്കളെയും കള്ളക്കേസിൽ കുടുക്കി പിടിച്ച് ജയിലിലിട്ടു. അന്നാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ജാസ്മിനോടുള്ള ഏറ്റവും വലിയ പരാതി, എൻ്റെ പൊന്നേട 90% നേഴ്സുമാരും പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. നിങ്ങൾ ഈ ആണുങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുന്നത് ശരിയല്ല. അവരെ നേതൃരംഗത്തേക്ക് കൊണ്ടുവരണം ഞാൻ എപ്പോഴും പറയായിരുന്നു. എന്നോട് അന്ന് ചോദിച്ചു, സാറ് പറഞ്ഞത് ഇപ്പം ഞങ്ങളായിരുന്നു, പെണ്ണുങ്ങളായിരുന്നു നേതാക്കളെങ്കിൽ ഈ പ്രസ്ഥാനം പൂട്ടേണ്ടി വരത്തില്ലായിരുന്നു. കാരണം വീട്ടുകാർ പേടിപ്പിക്കത്തില്ലേ? പാവപ്പെട്ട പെൺപിള്ളാരെ സമരത്തിന് വിട്ട് ജയിലിൽ പോകാൻ സമ്മതിക്കുമോ? അതുകൊണ്ടാണ് ഇവർ മുമ്പിൽ നിൽക്കുന്നത്. എത്ര കാലം ഇവർ കള്ളക്കേസ്. ഞാൻ ആ കേസ് മുഴുവൻ പഠിച്ചതാ. സർക്കാരിന്റെ കണക്കുകൂട്ടൽ എന്തായിരുന്നു? ഈ സമരം നടത്തി ജയിലിൽ അടച്ചതോടുകൂടി ഇത് തീർന്നെന്നാ. അന്ന് എൻ്റെ ഏറ്റവും വലിയ അഭിമാനം അത്. അന്ന് ഈ സംഘടനയുടെ അപ്രഖ്യാപിത പ്രസിഡന്റിനെ പോലെ ഇവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തത് ഞാനാ. വളരെ സന്തോഷം എനിക്കുണ്ട്. ഇങ്ങനെ ഒരുപാട് പേരെ ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മയായി ഞാൻ കരുതുന്നത്, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ശരിയല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം ആവർത്തിക്കും. ഇന്നലത്തെ പ്രസംഗം ആവർത്തിക്കാതിരിക്കാൻ ആഗ്രഹമുണ്ട്. ഒരു കാര്യം പറയാതിരിക്കുന്ന വൃത്തിയില്ല. തിരുവനന്തപുരം ജില്ലയിൽ കടയ്ക്കാവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം, ഇവിടെ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു. അവിടെ ഒരമ്മ 11 വയസ്സുള്ള തൻ്റെ മകനെ പീഡിപ്പിച്ചു എന്നാണ് വാർത്ത. കേരളത്തിൽ ഇത് പതിവില്ലാത്തത് കൊണ്ട് വലിയ വൈറൽ വാർത്തയായി. പക്ഷെ അത് ശരിയല്ല എന്ന് എനിക്ക് ആദ്യമേ തോന്നി. കാരണം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ലഹരിക്കടിമയായിരിക്കുന്നവരോ മാനസിക വിഭ്രാന്തി ഉള്ളവരോ അല്ലാത്ത ഒരമ്മയ്ക്കും
മക്കളെ പീഡിപ്പിക്കാൻ പറ്റില്ല. അപ്പന്മാർക്ക് പറ്റും, പക്ഷെ അമ്മമാർക്ക് ഒരിക്കലും മക്കളെ പീഡിപ്പിക്കാൻ പറ്റില്ല. കലിപ്പും ദേഷ്യമൊക്കെ ഒരുപാട് അടിയൊക്കെ കൊടുക്കുമായിരിക്കും, ലൈംഗികമായി പീഡിപ്പിക്കില്ല. ഞാൻ വിശദാംശങ്ങൾ കടക്കുന്നില്ല. ഇതിന് പിന്നാലെ പോയി എന്തായിരുന്നു ഇതിന് പിന്നിലെ കഥയെന്ന് കണ്ടെത്തി അവർക്ക് വേണ്ടി രംഗത്തിറങ്ങി, അവർക്ക് വേണ്ടി വക്കീലിനെ വെച്ച്, അവർക്ക് ജാമ്യം നേടിക്കൊടുത്ത് അവരുടെ കേസും ക്വാഷ് ചെയ്ത്, പിന്നെ ഇവരുടെ ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് 1 വർഷം 10,000 രൂപ വെച്ച് മാസം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് ഞാൻ. ഇത്തരത്തിൽ നിശബ്ദരാക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പണിയെടുക്കേണ്ട ഉത്തരവാദിത്വം എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു, പ്രകൃതി ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഡാളസ് മച്ചാൻസിലെ വിമർശകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സംശയം എന്നോട് ചോദിക്കുക, എനിക്ക് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഇന്നലെ ഹൂസ്റ്റണിൽ വെച്ച് ഒരാൾ മാത്രം, എല്ലാവരും നല്ലത് പറഞ്ഞു, സന്തോഷം, ഒരാൾ മാത്രം വളരെ വികാരഭരിതനായി എന്നെ ചോദ്യം ചെയ്തു. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 15 വർഷം കൊണ്ട് കേരളത്തിൽ വർഗീയത പടർത്തി, വിദ്വേഷമുണ്ടാക്കി, സമൂഹത്തെ ഭിന്നിപ്പിച്ചു എന്നൊക്കെയാണ് എന്നെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം മാത്രം ചോദിച്ചു, ഒരു ഇൻസിഡന്റ് പറയൂ. ഇല്ല. 100 കണക്കിനുണ്ടെന്നായ ഞാൻ പറഞ്ഞു, വേണ്ടെന്നേ, 100 വേണ്ടെന്നേ, ഒന്ന് പറയൂ. പുള്ളിക്ക് പറയാനില്ല. ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നം. അങ്ങ് പറയുക. ഒരു ചാപ്പ അങ്ങോട്ട് കുത്തിയിട്ട് ഓരോ കാരണങ്ങൾക്കൊപ്പം, ഞാൻ ഇന്ന് പള്ളിയിൽ പോയപ്പോഴും ഇന്ന് ഇവിടെ വന്നപ്പോഴൊക്കെ ചിലർ ചോദിക്കും, BJP ആണോ? ചിലർ ചോദിക്കുന്ന, ഞാനൊരു BJP അല്ല. ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കുന്ന, രാഷ്ട്രത്തോട് സ്നേഹമുള്ള ഒരു മനുഷ്യൻ. നമ്മുടെ രാജ്യത്തെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തെ അല്ല, കേരളത്തിൽ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ, രാജ്യസ്നേഹമുണ്ടായാൽ സംഖ്യയാവും. ഹിന്ദു ഭക്തി ഉണ്ടായാൽ, അതായത് വലിയ രസമാണ്. നമ്മൾ സ്പിരിച്വൽ ഹിന്ദുസ് അമ്പലത്തിൽ പോയാൽ, ഞാൻ അമ്പലങ്ങളിൽ പോയി പ്രഭാഷണം നടത്തുന്ന ആളാണ്. പള്ളിക്കാർ വിളിക്കാത്തതുകൊണ്ട് കേട്ടോ, അല്ല ഞാൻ പള്ളിയിലും പോയി പ്രസംഗിച്ചേനെ, എന്നെ വിളിക്കാറില്ല. ഞാൻ ഞങ്ങളുടെ മെത്രാനോട് ചോദിച്ചു, എൻ്റെ കാരണം അവിടെ തിരുവനന്തപുരത്ത് നസ്രാണി സംഗമം എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി. ഞാൻ നാണം കെട്ട് പിതാവിനെ ചോദിച്ചു, എന്നെ കൂടെ വിളിക്കാൻ ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. കേട്ടു, എൻ്റെ വാട്സാപ്പ് മെസ്സേജ് കേട്ടു. അമ്പലക്കാർ വിളിക്കാറുണ്ട്, ചെറുകോൽപ്പുഴ ക്ഷേത്രത്തിൽ പോലും ഞാൻ പോയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് PRDS-ന്റെ തിരുവല്ല ഇരവിപുരത്ത് PRDS-ന്റെ സമ്മേളനത്തിൽ ഞാൻ വിളിച്ചിരുന്നു. ഞാൻ പോവാറുണ്ട്. തന്നെ എനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകിച്ച് ഇഷ്ടമോ പ്രത്യേകിച്ച് വിരോധമില്ല. CPM-നോട് പോലും വിരോധമില്ല. CPM, ഞാൻ DYFI-ലും SFI-ലും ഒക്കെ പ്രവർത്തിച്ച ആളാണ്. പിന്നെ എനിക്ക് മനസ്സിലായി, ഇതൊരു ഉട്ടോപ്യൻ ലോകമാണ് അവർ പറയുന്നത്. പണ്ട് ഉട്ടോപ്യൻ ലോകം നമുക്ക് പണ്ട് സഹിക്കായിരുന്നു. കാരണം ഇവർ പറയുന്നത് നടപ്പിലാകുമെന്ന് കരുതി വിശ്വസിക്കുന്നവരാ. അപ്പം ഞാൻ എൻ്റെ 16, 17, 18 വയസ്സ് പ്രായത്തിൽ 16, 17 വയസ്സ് പ്രായത്തിൽ ലൈബ്രറിയിൽ പോയി പുസ്തകം വായിച്ചിട്ട് ഞാനും KP ബാബു എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ദളിത് കമ്മ്യൂണിറ്റിപ്പെട്ട സുഹൃത്താണ്. തിരിച്ച് വൈകുന്നേരം ഒരു 7:30 രാത്രിയിൽ, അന്നിപ്പോഴും ജീവിച്ചിരിക്കുന്ന അത്ഭുതം, കാരണം കാട്ടിക്കൂടെയൊക്കെ പോകുന്നത്, പാമ്പ് കടിച്ച് കൊല്ലണ്ട, നമുക്ക് ലൈറ്റൊന്നും ഇല്ല. ഈ ഒരു കൊക്കോത്തോട്ടത്തിലിരുന്ന് ഞാനും ബാബുവും കൂടി ഇങ്ങനെ സംസാരിക്കും. എന്താണെന്ന് പറയുന്നത്, കമ്മ്യൂണിസം വരും. 87, 88 ഈ കാര്യം പറയുന്നത്. കമ്മ്യൂണിസം വരുമ്പോൾ നമുക്ക് ആ നാട്ടിൽ പുത്തങ്കാവിൽ എന്ന് പറഞ്ഞൊരു വീട്ടുമുണ്ട്, ഓർത്തഡോക്സുകാരാ. പുന്നൂസ് എന്ന് പറയുന്ന ആൾ, ജോർജിയേട്ടൻ എന്ന് പറയുന്ന ആളാണ് ആ കുടുംബം. അതാണ് അവിടുത്തെ ആ കാലത്തെ ഏറ്റവും വലിയ വീട്. ഞങ്ങൾ തമ്മിൽ തർക്കം എന്താണെന്നറിയോ, കമ്മ്യൂണിസം വരുമ്പോൾ ഈ വീട്ടിൻ്റെ മണ്ടേ കൊടി കെട്ടുന്നത് ആരാന്നുള്ളതായിരുന്നു ഞങ്ങൾ തമ്മിൽ തർക്കം. സത്യത്തിൽ അതുകൊണ്ട് തന്നെ കണ്ണൂരിലൊക്കെയുള്ള കൊല്ലാൻ പോകുന്ന പലരും, ഇപ്പം നമ്മൾ ഇസ്ലാമിക തീവ്രവാദികൾ കൊല്ലുന്നുണ്ടല്ലോ ഒരുപാട് പേര്. അവർ കൊല്ലുന്ന എന്തിനാണെന്നറിയോ, സ്വർഗത്തിൽ പോകാനാ. അതുപോലെ തന്നെയാണ് കണ്ണൂരിലുള്ള CPM-കാർ കൊലയ്ക്ക് പോകുന്നത് എന്തിനാണെന്നറിയാവോ, രക്തസാക്ഷിയായി പാർട്ടിക്ക് കമ്മ്യൂണിസം കൊണ്ടുവരാനാ. അങ്ങനെയുള്ള വിഡ്ഢികളോട് നമുക്കങ്ങ് പൊറുക്കാം, കാരണം ആദർശം ആണല്ലോ. പക്ഷെ അതും മാറിയിട്ട് ഈ വിപ്ലവം പിടിക്കുകയും മക്കളെ കൊണ്ട് ഇസ്രായേലിനെതിരെ നിരന്തരം പ്രസംഗിക്കും. നമ്മുടെ നാട്ടിലൊരു മന്ത്രിയുടെ കാര്യം പറയുന്നത്, എന്നിട്ട് മന്ത്രിയുടെ ഭാര്യ ഇസ്രായേൽ യൂണിവേഴ്സിറ്റിയിലെ കൺസൾട്ടന്റാണ്. ഇതേ മന്ത്രി തന്നെ സാർവത്രിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്രായോഗികമല്ല, എല്ലാവരും പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മകളെ പഠിപ്പിക്കാൻ വിട്ടിരിക്കുന്നത് എറണാകുളം രാജഗിരിയിൽ വർഷം 6 ലക്ഷം രൂപ ഫീസ് കൊടുത്ത. ഇങ്ങനെ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള ബന്ധം ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അതാ, കാപട്യം, ഹിപ്പോക്രസി. എനിക്ക് പിണറായിയോടുള്ള ഏക സ്നേഹം, അങ്ങനെ ഹിപ്പോക്രസി ഇല്ല.
നീ പോടാ കടക്കൂ പുറത്തുനിന്ന് അങ്ങ് പറയില്ല, അതിനുള്ള ധൈര്യമില്ല, ചിരിച്ചു കാണിക്കുന്നില്ലല്ലോ. അങ്ങേർക്ക് പണം ഉണ്ടാക്കുന്ന ആളാണെന്നും ഒക്കെ അങ്ങേർക്കറിയാം, ആ നാട്ടുകാർക്കും അറിയാം. അത് മാത്രം എനിക്ക് അദ്ദേഹത്തോടുള്ളൊരു ബഹുമാനം. ഹിപ്പോക്രസിയാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രോബ്ലം. അപ്പം അതുകൊണ്ട് CPM-നോടും എനിക്ക് വിരോധമില്ല. ഞാൻ എതിർക്കുന്നത് പിണറായി എന്ന ഭരണാധികാരിയാണ്. അതിൻ്റെ ഒരു കാരണമുണ്ട്. 2016 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ പാവപ്പെട്ട മനുഷ്യനെതിരെ യുവമാരെല്ലാം കൂടെ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന ഈ സോളാർ അടക്കമുള്ള വിഷയങ്ങളൊക്കെ നിയമപരമായി ശരിയായിരുന്നത് കൊണ്ട് അത് പൊക്കിപ്പിടിച്ച് ഈ വൃത്തികെട്ട ഭരണം പോവട്ടെ, പിണറായി എന്ന മിന്നൽ പിണറായി വരട്ടെ, ഇരട്ടച്ചങ്കം ഭരിക്കട്ടെ, നാട് നന്നാകുമെന്ന് പ്രതീക്ഷിച്ച് ഈ മണ്ടന്മാർക്ക് പണ്ട് 88 കമ്മ്യൂണിസം വരുമ്പോൾ പുത്തങ്കാവിലെ ജോർജ് ഏട്ടന്റെ വീട്ടിൽ കൊടി ഉയർത്തുമെന്ന് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ 10 വർഷം മുമ്പ് 2016 പിണറായി വരുമ്പോൾ കേരളം അങ്ങ് പൊന്നാകുമെന്ന് വിശ്വസിച്ചു പോയ വിഡ്ഢിത്തം ഞാൻ കാണിച്ചതുകൊണ്ടാണ്. അന്ന് പിണറായി വരണമെന്ന് ആഗ്രഹിച്ചു, വന്ന് സത്യപ്രതിജ്ഞ എനിക്ക് ആദ്യ ദിവസം എനിക്ക് മനസ്സിലായി ഇയാൾ കള്ളനാണ്. എന്താണെന്നറിയാമോ? 2 കാര്യങ്ങൾ എന്നെ വേദനിപ്പിച്ചു. ഒന്ന്, കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് സത്യപ്രതിജ്ഞ ചെയ്ത്, വലിയ പന്തലൊക്കെ കെട്ടി. എന്ന് മാത്രമല്ല, മുഹൂർത്തം നോക്കിയിട്ടാണ് അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി മുഹൂർത്തം നോക്കിയിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് തീരുമാനിച്ചത്. അംഗീകരിക്കാത്തവർ കാണും, എനിക്കറിയാവുന്നതുകൊണ്ട് പറയുന്ന, CPM-ന്റെ ഉള്ളിലുള്ളത് കൊണ്ട് പറയുന്നതാണ്. ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഒരു IPS ഓഫീസർ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു അന്ന്. അദ്ദേഹം ADGP-യാണ്. ഉമ്മൻചാണ്ടി സർക്കാരിനെ ഏറ്റവും കുഴപ്പത്തിലാക്കിയത് ജേക്കബ് തോമസാണ്. അഴിമതി കേസൊക്കെ പൊക്കിക്കൊണ്ടുവരുന്നു. ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോകാറുണ്ട്. അന്ന് ഞാൻ ഇത് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും, കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ ഇങ്ങനെ പറയുന്നത് എനിക്ക് ശരിയാണ്, കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കുഴപ്പക്കാരനെ എനിക്ക് തോന്നിയത്, എല്ലാവർക്കും തോന്നണമെന്നില്ല, ആർക്കെങ്കിലും എന്നോട് വിയോജിപ്പുണ്ട് എന്നോട് ക്ഷമിക്കുക, ഏറ്റവും വലിയ കുഴപ്പക്കാരനെ എനിക്ക് തോന്നിയത് വെള്ളാപ്പള്ളി നടേശനാണ്. അല്ല, ആർക്കെങ്കിലും ഞാൻ SNDP അംഗത്തുള്ള ആളാകട്ടോ. SNDP എങ്ങനെയാണ് SNDP അംഗത്വം എടുക്കുന്നത് ചോദിച്ചാൽ, SNDP കമ്പനി നിയമപ്രകാരം തുടങ്ങിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ശ്രീനാരായണ ഗുരു ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. ഗുരുദേവൻ ആർക്കും, കാരണം ജാതിയും മതവും ഇല്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കാനാണ് ഗുരുദേവൻ ഈ പ്രസ്ഥാനം കൊണ്ടുവന്നത്. ആർക്കും അംഗത്വം എടുക്കായിരുന്നു. ഇന്നും ഗുരുദേവന്റെ ധാരയിൽ തുടരുന്ന ശിവഗിരി ആശ്രമത്തിൽ എല്ലാ ക്രിസ്ത്യാനികളായ സ്വാമിമാരുണ്ട്. പലർക്കും അറിയാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് SNDP അംഗത്വം എടുക്കാം, ആർക്കും എടുക്കാം. ഞാൻ SNDP അംഗമാണ്. എൻ്റെ അംഗത്വം കളയാൻ വെള്ളാപ്പള്ളി നടേശനും മകനും ഒരുപാട് ശ്രമിച്ചു. പക്ഷെ എൻ്റെ ശാഖ കളയത്തില്ല, എന്നെ ഒഴിവാക്കത്തില്ല. എന്നെ പുറത്താക്കണമെന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളിയുടെ ദൂതൻ താലൂക്ക് യൂണിയനിൽ നിന്ന് വന്ന് മീറ്റിംഗ് നടത്തി നാട്ടുകാരെല്ലാം കൂടെ ഓടിച്ചത്, ഞങ്ങളുടെ ശാഖയിലെ ആളുകളെ ഓടിച്ചതാണ്. അപ്പൊ ഈ വെള്ളാപ്പള്ളി നടേശന്റെ, ഞാൻ ഫുൾ വിശദാംശം കിടക്കുന്നില്ല, അദ്ദേഹത്തിന്റെ അഴിമതിയും സ്വജനപക്ഷപാതവും ഇരട്ടത്താപ്പും, മകനെ BJP-ക്ക് കൊടുക്കും, അച്ഛൻ പിണറായിയുടെ കൂടെ നിൽക്കും, ഇതൊക്കെയൊന്നും ഭയാനകമാണ്. അപ്പൊ നിരവധി കേസുകൾ അഴിമതി നടത്തി. അന്ന് ഈ 2016 പിണറായി വിജയനെതിരെ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് നാടുനീളം നടന്ന് വർഗീയത, പ്രവീൺ തൊഗാഡിയേക്കാൾ വലിയൊരു വർഗീയത പ്രചരിച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. 2016 അന്ന് ഇവർ തന്നെ ഗുരുദേവന്റെ ഒരു പ്രതിമയുടെ തല പൊട്ടിച്ചിട്ട് CPM-കാരാണെന്ന് പറഞ്ഞ് കേരളം മുഴുവൻ ആ പ്രതിമയും കൊണ്ട് നടന്നതാണ്. അപ്പൊ ഞാൻ കരുതി, പിണറായി അങ്ങോട്ട് വന്ന വെള്ളാപ്പള്ളി നടേശനെ പിടിച്ചകത്തിടും. എന്താ സംഭവിച്ചത്? വെള്ളാപ്പള്ളി ഈ ഫയൽ മുഴുവൻ ഞാൻ കണ്ടതാണ്. ജേക്കബ് തോമസുമായിട്ട് അടുപ്പമുള്ളത് കൊണ്ട് വെള്ളാപ്പള്ളിക്കെതിരെയുള്ള മുഴുവൻ ഫയലും ഞാൻ കണ്ടതാണ്. ജേക്കബ് തോമസിനെ കാണാൻ ഞാൻ വിജിലൻസ് ഡയറക്ടറേറ്റ് പോവും, ഫുള്ള് കാണും. ഞാനിങ്ങനെ ആ ദിവസം കാത്തിരിക്കുക. ഈ വെള്ളാപ്പള്ളിക്കെതിരെ നടപടിയെടുത്തതിൻ്റെ പേരിൽ ജേക്കബ് തോമസിനെ പുറത്താക്കി കളഞ്ഞു. പിണറായിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായി വെള്ളാപ്പള്ളി നടേശൻ മാറി. അങ്ങനെ തോന്നിയ ഒരു അകലമാണ്. പിന്നീട്, അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റു പലരേക്കാൾ സത്യസന്ധത പിണറായിക്കൊണ്ട് എന്ന് പറയാതിരിക്കാനും പറ്റത്തില്ല. ഈ പറയുന്ന ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഹിപ്പോക്രസി കുറവാണ് അദ്ദേഹത്തിന്. അല്ല, ഹിപ്പോക്രസി ഇല്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം, ആ ധാർഷ്ട്യം പ്രകടിപ്പിക്കും. മറ്റു പലരും എളിമ കാണിക്കും, പക്ഷെ ഉള്ളിൽ പകയായിരിക്കും. ഇദ്ദേഹത്തിന് പക വലിയ കാണിക്കും. അങ്ങനെ ഗുണമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, CPM-നോട് പോലും എനിക്ക് വിരോധമില്ല. പിന്നെ BJP-യോട് കൂടുതൽ താല്പര്യമുള്ളതായി തോന്നുന്നുണ്ട് പലർക്കും. അത് സത്യമാണ്. അത് BJP-യോടുള്ള താല്പര്യമല്ല. നേരെ മറിച്ച് എൻ്റെ മാത്രം തോന്നലാണ്. നിങ്ങൾ യോജിക്കണമെന്നൊരു നിർബന്ധമില്ല. നിലനിൽപ്പായിട്ടൊരു ബന്ധമില്ല. അത് മനസ്സിലാക്കാത്തതുകൊണ്ട്, അതായത് നമ്മുടെ രാജ്യത്തെ
ഫെഡറൽ ഗവൺമെന്റിന് സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, തീർന്നില്ലേ? നമുക്ക് രജിസ്ട്രേഷൻ ഓഫീസ്, നമുക്കൊരു സ്ഥലം മേടിക്കുന്ന രജിസ്റ്റർ ഓഫീസ്, വീടിന്റെ കരമടയ്ക്കുന്ന പഞ്ചായത്ത് ഓഫീസ്, ഇത്രയുള്ള നമ്മുടെ ജീവിതം. കേസ്, പോലീസ്. സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് എന്താ നമ്മളോട് ചെയ്യുന്നത്? അവർ ദേശീയവാദമാണെന്നാൽ നമുക്ക് പോകാം. അല്ല, GST അതിപ്പോ പിന്നീട് കൊണ്ടുവന്നാണല്ലോ. GST സംസ്ഥാനത്തിന്റെ വിഹിതമുള്ളൂ. അപ്പം നമ്മളെ വ്യക്തിപരമായി നമ്മൾ ഈ സെൻട്രൽ ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ നേട്ടം ഉണ്ടാവുമായിരുന്നെങ്കിൽ അവർക്ക് ഈ പറയുന്ന എൻ്റെ പേര് 130 കേസ് ഉണ്ടാവുമായിരുന്നോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക്. സെൻട്രൽ ഗവൺമെന്റ് ഒരു വ്യക്തിയെയും സംരക്ഷിക്കാൻ പറ്റത്തില്ല. അല്ലെ നമുക്ക് മോഹങ്ങൾ ഉണ്ടാവണം. സെൻട്രൽ ഗവൺമെന്റ് എന്തെങ്കിലും പദവി തരുമെന്നില്ല. എനിക്ക് അത്ര ഒരു മോഹമില്ല. അതുകൊണ്ട് അത് നിലനിൽപ്പിന്റെ പ്രശ്നമേ ഇല്ല. സെൻട്രൽ ഗവൺമെന്റ് നമുക്കെതിരെ എടുക്കാൻ പറ്റുന്ന ഏക പണി എന്ന് പറയുന്നത്, നമ്മൾ വല്ല കള്ളക്കടത്ത് നടത്തിയാൽ, കള്ളപ്പണ ഇടപാട് നടത്തിയാൽ EDക്ക് വന്ന് നമ്മളെ പൊക്കാം. EDക്ക് വരാം. എന്നെ പോലെ ഒരു പാവപ്പെട്ട മനുഷ്യൻ എന്തോന്ന് ED, അവരൊന്ന് എന്നെ ചെയ്യാനാ നമ്മളെ? അവർ വിചാരിച്ചാലും നടക്കൂല. ഒരു നോട്ടീസ് അയക്കാൻ പറ്റും. കാരണം നമുക്ക് എൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ കാണുന്ന യൂട്യൂബിലൂടെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നു. യൂട്യൂബിലൂടെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ചില പരസ്യങ്ങൾ വരും. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടും. എനിക്കറിയാം, എല്ലാവരും അങ്ങനെ ചെയ്യത്തുള്ളൂ. അത് മതി, കാണണ്ട. ഞാൻ പോലും സ്കിപ്പ് ചെയ്ത് വിടുകയും ചെയ്യുന്നു. പക്ഷെ സ്കിപ്പ് ചെയ്താലും നിങ്ങളിത് കാണുന്നത് കൊണ്ട് ഒരു ചെറിയ പൈസ കിട്ടും. മൊത്തം കണ്ട കൂടുതൽ കിട്ടും. അത്യാഗ്രഹമില്ല, സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ. ഈ വരുമാനം അമേരിക്കക്കാരൻ്റെ ബുദ്ധിയാണ്. അതിന് പകുതി കൂടുതൽ അവൻ കൊണ്ടുപോകും. യൂട്യൂബുകാരും കൊണ്ടുപോകും. എന്നാലും കുഴപ്പമില്ല, വ്യൂവേഴ്സ് ഉള്ളപ്പം അത്യാവശ്യം വരുമാനം കിട്ടും. ഇതാണ് എൻ്റെ വരുമാനം. അമേരിക്കക്കാരൻ നമുക്ക് കള്ളപ്പണമായിട്ട് കാശ് തരുമോ? ബാങ്ക് അക്കൗണ്ടിൽ കൃത്യം കൊടുത്ത് വെരിഫൈ ചെയ്ത് മാത്രമേ തരൂ. 1 രൂപ വന്നിട്ടുണ്ടെങ്കിൽ അത് അക്കൗണ്ടിലുണ്ട്. അല്ല പിന്നെ വല്ല വാർത്ത മുക്കാനായിട്ട് ഏതെങ്കിലും ഒരുത്തരോട് മേടിക്കണം. ഇന്നത്തെ കാലത്ത് ഇനി മുക്കാൻ ആഗ്രഹമുണ്ടെന്ന് വെച്ചോളൂ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? ആംഗ്യം കൊണ്ട് പറയാൻ പറ്റത്തില്ലല്ലോ. ചേട്ടാ എനിക്ക് ഇച്ചിരി കാശ് തരുമെന്ന് ഞാൻ ഒന്നെങ്കിൽ ഫോണിൽ പറയണം, അല്ലെങ്കിൽ ഇമെയിൽ അയക്കണം, അല്ലെങ്കിൽ നേരിട്ട് പറയണം. എന്നെ പോലെ ഒരാൾ, അതുകൊണ്ടാണ് എന്നെ വലിയ മുതലാളിമാരൊക്കെ എന്നെ ഒന്ന് കാണണമെന്ന് പറയും. ഞാൻ കാണാൻ സമ്മതിക്കത്തില്ല. എന്നാന്നറിയോ? ഞാൻ കണ്ടാൽ അവൻ നാളെ പറയാന്ന് വെച്ചോ, എൻ്റെ അടുത്തൊന്ന് ഷാജാൻ 10 ലക്ഷം രൂപ ചോദിച്ചു, കുടുങ്ങിയില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്. പോലീസും എല്ലാ ഇടപാടും. ഇപ്പം എൻ്റെ 2023 ഞാൻ സർക്കാരും ഞാനും തമ്മിൽ യുദ്ധം തുടങ്ങിയപ്പോൾ ഏതെല്ലാം തരത്തിലാണെന്നറിയോ നമുക്കെതിരെയുള്ള നീക്കം നടക്കുന്നത്. നോട്ടീസ് എല്ലാം കഴിഞ്ഞു. കേസ്, SC അട്രോസിറ്റി കേസ്, ആ കേസ്, ഈ കേസ്, ഒളിവിൽ പോകുന്നു, തിരിച്ചു വരുന്നു, കമ്പ്യൂട്ടർ കൊണ്ടുപോകുന്നു, ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നു, സകല പണിയും ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കോർപ്പറേഷനെ നോട്ടീസ് വന്നിരിക്കുക, 14 ദിവസം ഒഴിയണം. എൻ്റെ കെട്ടിടത്തിൽ നിന്ന്, ഞാൻ വാടക കൊടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ കെട്ടിടത്ത് 14 ദിവസം ഒഴിയാൻ ഈ സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ട് നിലനിൽപ്പ് എന്നുള്ളൊരു വിഷയമില്ല, അങ്ങനെ പ്രശ്നമില്ല. ഇത്രേ ഉള്ളൂ. BJPയെ പിറകിൽ RSS എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഈ RSS തൽക്കാലം, ഭാവിയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, തൽക്കാലം RSSനെ ഈ രാഷ്ട്ര നിർമ്മാണം എന്ന തരത്തിലൊരു അജണ്ട മാത്രമുള്ള, അവർക്കൊരു ഹിന്ദുത്വ അജണ്ടയുണ്ട്. ഈ ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്നത് എല്ലാവരും ഹിന്ദുക്കളാവണമെന്നും എല്ലാം മറ്റു മതക്കാരും പോകണമെന്നും അല്ല. അപ്പൊ ഇവർക്ക് അഴിമതി നടത്താൻ പരിമിതിയുണ്ട്, ഇവർക്ക് അധികാരത്തിൽ തുടരാൻ പരിമിതിയുണ്ട്. കാരണം RSSന്റെ ഒരു ഇതുണ്ട്. മറ്റു പാർട്ടികളുടെ അങ്ങനല്ല. ഒരുത്തൻ കയറി വന്നാൽ മരിക്കുന്നത് വരെ അവനും അവൻ്റെ കുടുംബാംഗങ്ങളുമാണ്. അതുകൊണ്ട് ഞാൻ അഴിമതി ഇല്ലെന്ന് പറയുന്നില്ല, BJP ഭയങ്കര മഹത്താന്ന് പറഞ്ഞ സാമാന്യം നമ്മുടെ രാജ്യത്തെ കഴിഞ്ഞ ഒരു 10-12 വർഷം കൊണ്ട് കുറേയധികം മാറ്റം വരുത്തുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വിയോജിക്കാം. അതുകൊണ്ട് എനിക്ക് മോദിയോട് ഒരു ബഹുമാനവും ഇഷ്ടമുണ്ട്. മോദിയോട് ഒരുപാട് കാര്യങ്ങൾ വിയോജിപ്പുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ED എന്ന് പറയുന്ന സംവിധാനത്തെ രാഷ്ട്രീയമായി ദുരുപയോഗിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അരവിന്ദ് കെജ്രിവാളിന്റെ കഥ നമ്മളൊക്കെ കണ്ടതാ. 6 മാസം ജയിലിലിട്ടു, 18 മാസം ഉപമുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടു, എന്നിട്ട് തെളിവിന്റെ ഒരു കടലാസ് കഷ്ണപ്പെട്ടു. ഇതിനൊക്കെ എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഇവരോട് ഇത്തരത്തിലൊരു ഒരു ഇഷ്ടമുണ്ട് എനിക്ക്. അത് BJPയോടുള്ള ഇഷ്ടമല്ല, രാജ്യത്തോടുള്ള ഇഷ്ടമാണ്. നമ്മുടെ രാജ്യം
ഒരുപാട് പിറകിലാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റി. നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് ചൈനയോടാണ്. നമ്മളെക്കാൾ മോശം അവസ്ഥയിലായിരുന്നു ചൈന. ഡെങ് സിയാവോപിങ് എന്ന് പറയുന്ന ഒരാൾ അവിടെ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ആ രാജ്യം നന്നായത്. ഇന്ന് ചൈനയിൽ പോയിട്ടുള്ളവർക്കറിയാം, അമേരിക്കയേക്കാൾ വളർന്നിരിക്കുകയാണ് ചൈന. അവര് ഉറങ്ങിക്കിടക്കണം, അവരുടെ സമയമായിട്ടില്ല, അവർ വെളിയിൽ പറയുന്നില്ല. അത്രയ്ക്കും മാറ്റം ഉണ്ടായി. ഈ ഒരു സ്കോപ്പ് ഇന്ത്യക്ക് ബാക്കിയുണ്ട്. അതിനുള്ളൊരു ലക്ഷണം കാണിക്കുന്നത് കൊണ്ട് മാത്രമേ ഇഷ്ടമുള്ളൂ. അല്ലാതെ ഞാൻ BJP കാരനല്ല, ഉള്ളത് തുറന്നു പറയാം. ഇന്നേ വരെ BJP ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. അത് പറയാൻ എനിക്കൊരു മടിയില്ല. BJPയോട് എനിക്കൊരു വിരോധവുമില്ല. ആ വിരോധമില്ല. നമ്മുടെ നാട്ടിലെ പ്രത്യേകത എന്താ? കഴിഞ്ഞ ഒരു 6 വർഷം മുമ്പ് വരെ 5% BJPക്ക് വോട്ട്, ഇപ്പൊ 18% എന്ന് വെച്ചാൽ ഏതാണ്ട് 82% ആളുകളും BJP വിരോധികളാണ്. ആ 82% BJP വിരോധികളായിരിക്കുന്ന നാട്ടിൽ BJPയെ കുറിച്ച് ഒരു നല്ലത് പറഞ്ഞാൽ തീർന്നു. അതാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഒരു രാഷ്ട്രീയവുമില്ല, ഒരു രാഷ്ട്രീയ പിൻബലവുമില്ല. ഞാൻ പിന്തുണയ്ക്കുന്നത് സമാന്തര പ്രസ്ഥാനങ്ങളെയാണ്. 2020 പോലുള്ള, ഇപ്പൊ അവർ BJPയുടെ കൂടെ കൂടി, അല്ലെങ്കിൽ ആം ആദ്മിയെ പോലുള്ള. അതാണ് എനിക്ക് ഗുഡ് ഗവേണൻസ്. എനിവേ, ഞാൻ ഇതിൽ വിശദാംശങ്ങൾ കിടക്കുന്നില്ല. ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരിക്കലും എന്നെ വിശ്വസിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല, ഒരിക്കലും. ഇപ്പോൾ ഞാനിനി നിർത്തുകയാണ്. നിങ്ങൾക്ക് ചോദിക്കാം, എന്നോട് എന്ത് ചോദിക്കണമെങ്കിലും. വിമർശനാത്മകമായ ചോദ്യം, സ്തുതിയൊക്കെ ആവശ്യത്തിന്. ഞാനിപ്പോൾ വന്നപ്പോൾ ഒരുപാട് പേരെ സെൽഫി എടുത്തു, സന്തോഷം. എനിക്കിഷ്ടം എന്തെങ്കിലും സംശയം, ജെനുവിനായിട്ടുള്ള സംശയമോ വിമർശനമോ ഉണ്ടെങ്കിൽ ചോദിക്കാനാണ് ഇഷ്ടം. മൈക്ക് ഉണ്ടാവും അവിടെ കൊടുക്കാൻ. ആദ്യം അവിടെ ഒരാൾ കൈ പൊക്കിയിരുന്നു. ഇന്ന് വനിതാ ദിനം ആയതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഒരു വനിതയ്ക്ക് കൊടുക്കുകയാണ്. മിസ്റ്റർ ഷാജൻ സ്കറിയയോട് ആദ്യമായിട്ട് തന്നെ എൻ്റെ അഭിമാനപൂർവമായ നന്ദി അറിയിക്കട്ടെ ആസ് എ നഴ്സ്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത്, മീഡിയകളെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് താങ്കൾ പ്രസൻറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അതിൻ്റെ ഏക എക്സാമ്പിളാണ് എൻ്റെ ഉറക്കം കിടത്തിയ രാത്രികളാണ്. ഷൈനിയും 2 കുഞ്ഞുങ്ങളും കെട്ടിപ്പിടിച്ച് റെയിൽവേ ട്രാക്കിൽ മരിച്ച ഒരു നഴ്സ്. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ഒരു ഭയങ്കരമായ ഒരു ട്രോമ ഞങ്ങൾ നഴ്സിംഗ് സമൂഹത്തിന്. ഐ റെപ്രസെൻറ്റ് മൈ നഴ്സസ് ഇൻ ഇന്ത്യ. ഐ കെയിം ഫ്രം ഇന്ത്യ, ഐ സ്റ്റഡിഡ് ഇൻ ബോംബെ. പക്ഷെ ഞാനൊരു നേഴ്സായിട്ട് കേരളത്തിൽ ജോലി ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ എൻ്റെ ഫാമിലിയും മറ്റും വിസിറ്റ് ചെയ്യുന്ന സമയത്ത്, നാട്ടിലെത്തുന്ന അവസരങ്ങളിൽ ആ നേഴ്സസിൻ്റെ ഒരു പെയിന് ഐ റിയലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാനൊന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ അമൃത ഹോസ്പിറ്റൽ ICUയിൽ പോയി. അതിൻ്റെ വെളുപ്പിനുള്ള ഫ്ലൈറ്റിനാണ് ഞാൻ ലാൻഡ് ചെയ്ത്. എൻ്റെ ഒരു കസിന് അബൌട്ട് ടു ഡൈ. എൻ്റെ ചെരുപ്പ് ഊരിപ്പിച്ച് എൻ്റെ കയ്യും കാലും എല്ലാം കഴുകിച്ച് എന്നെ അകത്ത് കയറ്റി. ഞാൻ അവിടെ ചെന്നപ്പം കണ്ട കഷ്ടതമായൊരവസ്ഥ. ഒരു നേഴ്സ് ഒരു പേഷ്യൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അവിടെ ഒരു കൈ അവിടെ മുതുകിന് കുത്തിയിട്ടുണ്ട്. രാവിലെ വെളുപ്പിനെ സമയമാണ്. ഞാൻ ചോദിച്ചു, മോളെ എപ്പോൾ വന്നാൽ ജോലിക്ക്? അത് ചേച്ചി ഇന്നലെ 4 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ 7:30, 8 മോളിനി എപ്പോഴാണ് വീട്ടിൽ ചെല്ലുന്നത്? അത് ചേച്ചി ബസ്സൊക്കെ പിടിച്ച് ഞാൻ ചെല്ലുമ്പോൾ 9-10 മണിയാകും. ഇറ്റ് ബ്രോക്ക് മൈ ഹാർട്ട്. ഈ ചെരുപ്പും എല്ലാം ഊരി പിടിച്ച് എന്നെ അകത്ത് കയറ്റി ICUവിനകത്ത് ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു യൂറിനൽ ഓക്സിജൻ്റെ പൈപ്പ് തൂക്കിയിട്ടേക്കുന്നു. അപ്പം നിങ്ങൾ ചിന്തിക്കുക, എത്രമാത്രം കേരളത്തിലെ ഹോസ്പിറ്റൽ ബിസിനസ് മേധാവികൾ ചാറൂറ്റി നമ്മുടെ രോഗികളെ ചെയ്യുന്നുണ്ടെന്നറിയാം. അതിൻ്റെ കണ്ടന്റിലോട്ട് വരട്ടെ. UN-യുടെ ശബ്ദമായിട്ട് താങ്കൾ എഴുന്നേറ്റ് നിന്ന് അവർക്ക് നിശ്ചയദാർഢ്യം പ്രഖ്യാപിച്ചു. എന്നാൽ അനേകം മീഡിയകൾ ഒരു ഡ്രോൺ എടുത്തിട്ട് നഴ്സുമാർ സമരത്തിലേക്കെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി ഒരു ശബ്ദം ഉയർത്തിയിട്ടാണ് താങ്കൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് സംതിങ് 28,000 കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ താങ്കളാകുന്ന ഒരു വ്യക്തിക്ക് അതിന് എത്രമാത്രം ഉറപ്പ് കൊടുക്കുവാനായിട്ട് ആ നഴ്സുമാർക്ക് പറ്റും? ഒരു ചോദിച്ചതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന് മാത്രം എന്നറിഞ്ഞാൽ മതി. ചുരുക്കി പറയണം. അല്ല, ഞാൻ നമ്മുടെ ആശുപത്രി, നമ്മുടെ സ്വകാര്യ മേഖലയിൽ ഭയാനകമായ സംഭവങ്ങളാണ് നടക്കുന്നത്. ഏറ്റവും സങ്കടം എന്നറിയും. ഇപ്പം ഇവിടെ വന്നപ്പോൾ മലയാളികൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഏറ്റവും വലിയ കുഴപ്പം ഇവിടെ സ്യൂ ചെയ്യുന്നതാണ്. എന്ത് സംഭവിച്ചാലും സ്യൂ ചെയ്യുന്നില്ല. നാട്ടിലെ പ്രശ്നം എന്തറിയാം, ഈ ആശുപത്രിയിലെ ആളുകൾക്ക് ആരെയും കൊല്ലാം, കേസേ ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വാർത്ത ആർക്കെങ്കിലും കൊണ്ട് കൊടുത്താൽ നമുക്കെതിരെ കേസ് വരും. അത് നമ്മുടെ ആശുപത്രികളുടെ ഒരു പ്രത്യേകതയാണ്. ഇതൊക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അവരെ പിന്തുണയ്ക്കാൻ മാത്രമേ പറ്റൂ. താങ്ക് യു. So, from your viewpoint, what specific reforms are needed in India's defamation and IT laws to protect
better digital first journalist like you, since you had gone through one of the most toughest cases that I've been very closely following? Your thoughts? താങ്ക് യു. ഞാൻ അതേക്കുറിച്ച് പറയാനുള്ളത്, ഞാൻ നിയന്ത്രണങ്ങൾക്കോ നിയമത്തിനോ എതിരായ ഒരാളല്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കൃത്യമായ നിയന്ത്രണം വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം എന്ന് വെച്ചാൽ ഈ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ആർക്കും ആരെയും ചീത്ത വിളിക്കുന്നൊരു കാലമുണ്ട് ഇന്ന്. വാളെടുക്കുന്നതിന് വെളിച്ചപ്പാടെന്ന തരത്തിൽ ആർക്കെതിരെ എന്തെല്ലാം കഥകൾ അതൊക്കെ നിയന്ത്രിക്കണം. പക്ഷേ ഇതിന് കൃത്യമൊരു പ്രൊസീജിയർ വേണം. ഈ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ഒരാൾക്കെതിരെയുള്ള കള്ളക്കേസാണെങ്കിൽ ആ കള്ളക്കേസ് കൊടുക്കുന്നതിന് നടപടിയെടുത്താൽ മാത്രം മതി. ബാക്കി പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടും. നിയമം വേണം. വലിയ എന്തെല്ലാം വന്നറിയോ സോഷ്യൽ മീഡിയ നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലും ഇന്ത്യയിലാണെന്ന് തോന്നി ഇത്രയും ഈ ഒരു നിയന്ത്രണമില്ലാതെ സോഷ്യൽ മീഡിയ വിട്ടിരിക്കുന്നത്. അതേസമയം എന്നെപ്പോലുള്ളവർ എന്തെങ്കിലും സത്യസന്ധമായി പറഞ്ഞ് പിടിച്ചകത്തിടുകയും ചെയ്യും. ഇതാണ് കുഴപ്പം. അതുകൊണ്ട് കംപ്ലീറ്റ്ലി റിഫോം ചെയ്യേണ്ടതുണ്ട്. ഞാൻ കേന്ദ്ര സർക്കാരിന് ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അവരത് അംഗീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല, സ്വാധീനമില്ല എനിക്ക്, അതുകൊണ്ട് അറിയില്ല. ഒരു 2-3 ദിവസത്തിന് മുമ്പ് ഒരു 4-5 ദിവസത്തിന് മുമ്പ് രാവിലെ ഞാൻ എണീറ്റ് വരുന്ന സന്ദർഭത്തിൽ ഉറക്കത്തിൽ രാവിലെ 6:30 എണീറ്റ് വരുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത് ഏട്ടാ കറിയാച്ചൻ വരുന്നുണ്ട് ഡാളസിലെന്ന്. ഞാൻ ചെയ്ത് കറിയാച്ചില്ല. ഉടനെ പറഞ്ഞു ഷാജസ് കറിയ, വളരെ വർഷങ്ങൾക്ക് ശേഷം താങ്കളെ കാണുവാനിടയായി. കാരണം 2019 ശ്രീലങ്കയിൽ അന്ന് ഈസ്റ്റർ ദിനത്തിൽ നടന്ന ബോംബിങ്ങിന് ശേഷം മലയാളത്തിൽ വ്യക്തമായിട്ട് ശക്തമായിട്ടും ആ വാർത്തയെ സംബന്ധിച്ച് ഞങ്ങൾ അറിഞ്ഞ സത്യമായ വാർത്ത അങ്ങയുടെ നാവിൽ നിന്നാണ്. സന്തോഷം, നന്ദി. ഇന്ന് മലയാളത്തിലെ സകല മീഡിയാസും ഏഷ്യാനെറ്റ് അതുവരെ ആശ്രയിച്ചിരുന്ന ഏഷ്യാനെറ്റ്, മനോരമ മുതൽ സകല ചാനലുകളും 2 ദിവസം ആ വാർത്ത വ്യക്തമായിട്ട് മറച്ചു വെച്ചപ്പോൾ നടന്ന സംഭവം അങ്ങയുടെ വായിൽ നിന്ന് എനിക്ക് കേൾക്കാനിടയായി. അന്ന് തൊട്ട് ഞാനും എൻ്റെ കുടുംബവും നിങ്ങളുടെ ഒരു ആരാധനയാണ്. പക്ഷേ ഞാൻ ചോദിക്കാൻ വേണ്ടി ഒരു ചോദ്യം ഇന്നത്തെ പ്രസംഗത്തെ തുടർന്നാണ്. പിണറായി വിജയന് ഹിപ്പോക്രസി ഇല്ല എന്ന് താങ്കളുടെ ഒരു പ്രസ്താവന നടത്തി. ഹിപ്പോക്രസി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആശയം ഒന്ന്, പ്രവൃത്തി ഒന്ന്. സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരത്തിന് കുട്ടികളെ ഇറക്കി വിട്ടിട്ട് സ്വന്തം മകളെ സ്വാശ്രയ കോളേജിൽ പഠിപ്പിച്ച പിണറായി വിജയന് ഹിപ്പോക്രസി ഇല്ലെന്ന് താങ്കൾ പ്രസ്താവിച്ചാൽ അതിനോട് യോജിക്കാൻ സാധിക്കത്തില്ല. താങ്കൾക്ക് ഉത്തരമുണ്ടോ? ഇന്ന് പിണറായി എന്താണോ പറയുന്നത് അതൊക്കെ ചെയ്യുന്നത്. നീ പോടാ എന്ന് പറഞ്ഞാൽ നീ പോടാൻ തന്നെയാണ്. ഇന്ന് അദ്ദേഹത്തിന് ഹിപ്പോക്രസി ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. പണ്ട് പറഞ്ഞത് ഇപ്പോൾ വ്യക്തി അതൊക്കെ മാറ്റി. മുഖ്യമന്ത്രി ആയതോടെ പിണറായി വിജയന്റെ സ്വഭാവം മൊത്തം മാറി. ധനസമ്പാദനം, അധികാര ധാർഷ്ട്യം അതൊക്കെ പ്രകടിപ്പിക്കും. മറ്റു പലരും, ഞാൻ പറഞ്ഞു ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, മറ്റു പലരും ഇതും പ്രകടിപ്പിക്കാതെ പിണറായി വിജയൻ എന്തെങ്കിലും ആദർശം പറയുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു ആദർശം പറയത്തില്ല. പണ്ട് പറയുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു ധാർഷ്ട്യത്തിന്റെ വഴിയിലൂടെ തന്നെ പോകുന്നു, ധാർഷ്ട്യം പ്രകടിപ്പിക്കുന്നു, അത് തന്നെ വിശ്വസിക്കുന്നു. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പണ്ടത്തെ കംപ്ലീറ്റ്ലി കറക്റ്റാണ് ഈ പറഞ്ഞത്. പറഞ്ഞൊന്നുമല്ല ഇവർ ചെയ്യുന്നത്. മിസ്റ്റർ ഷാജൻസ് കറിയ നേരിൽ കാണാനും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാനും സംബന്ധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. സത്യമായി ഞാനങ്ങനെ ചെറു പ്രായത്തിലെ നാട്ടിൽ നിന്ന് പോയത് കാരണം മലയാളം ന്യൂസ് അങ്ങനെ കേൾക്കില്ല. എങ്കിൽ ഉണരുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം ഷാജൻസ് കറിയുടെ ന്യൂസ് എൻ്റെ ഹസ്ബൻഡ് കേട്ടോണ്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാനും തങ്ങളുടെ ഒരു ആരാധകനായി മാറിയിട്ടുണ്ട്. സോ എനിവേ പല കാര്യങ്ങളും നാട്ടിലെ അറിയാൻ സാധിക്കുന്നതിന് മീൻസ് അങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനായി താങ്ക് യു. എൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഐ ലെഫ്റ്റ് കേരള ലോങ് ടൈം അഗോ, ഒരു 40 വർഷമായി നാട് വിട്ടിട്ട്. ഒരു കഴിഞ്ഞ 10 എല്ലാ വർഷവും നാട്ടിൽ പോയി ഞാൻ വിസിറ്റ് ചെയ്യുന്നതാണ്. ബട്ട് ദർ ഇസ് ഹ്യൂജ് ഡിഫറൻസ്. ആ കഴിഞ്ഞ ഇന്ന് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആണല്ലോ. സോ ഐ എം ഫോക്കസിങ് ഓൺ ഓൺലി ദ ലേഡീസ്. സോ കഴിഞ്ഞ 10 വർഷമായി, ജസ്റ്റ് ടേക്ക് ദ 10 years, 10 വർഷമായി സ്ത്രീകളിൽ കണ്ട വ്യത്യാസം എന്താണ്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അതെങ്ങനെയാണത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? കേരളത്തെ മാത്രം. താങ്ക് യു. ഞാൻ ചുരുക്കി പറയാം. ഈ 10 വർഷം, ഈ കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലായിടത്തും വലിയ മാറ്റങ്ങളുടെ കാലമായിരുന്നു. ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും ടെക്നോളജിയുടെ വർധനവും. ഈ ടെക്നോളജി നമ്മൾ ഇപ്പോഴാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത് കൊണ്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ മാറി വരുന്നുണ്ട്. ഇതനുസരിച്ച് സോഷ്യൽ മീഡിയ വന്നു. ഇപ്പോൾ ഇതുവരെ സ്ത്രീകളടക്കമുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഏതൊരാൾക്കും ഒരു ചാനലിൽ പോയി നിൽക്കേണ്ട കാര്യമില്ല. നേരെ പേജ് എടുക്കുക, ലൈവ് ചെയ്യുക, കൊള്ളാമെങ്കിൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു നാച്ചുറൽ ഓപ്പർച്യൂണിറ്റി വന്നതുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് വേറെ ദോഷങ്ങളുമുണ്ട്. ഞാൻ പറഞ്ഞ വ്യാജ പീഡന കേസുകൾക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇതിൻ്റെ മാറുഭാഗമാണ് ഈ സ്ത്രീ സംരക്ഷണം എന്ന് പറയുന്ന അമിതമായി നമ്മൾ കൊടുക്കുമ്പോൾ ഒരുപാട് വ്യാജ പീഡന, ഇതെല്ലാം ഈ 10 കൊല്ലം കൊണ്ട് മൊത്തം രാജ്യത്ത് മുഴുവൻ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം കേരളത്തിലുണ്ട്. അതിന് പേരിൽ ചിലർ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ആദ്യം പറഞ്ഞൊരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഈ അമേരിക്കയിലെ ആളുകൾ മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ കൂടുതൽ മറുനാടനെ ഇഷ്ടപ്പെടാൻ കാരണം രണ്ടായിട്ടാണ് ഞാൻ കാണുന്നത്. ഒന്ന്, ഈ അമേരിക്കയിലെ മലയാളികൾക്ക് വായനയോടുള്ള താല്പര്യം പോയി. മലയാളം, കാരണം അവർ മലയാളം ഉപയോഗിക്കുന്നേ ഇല്ല. പക്ഷെ കേൾവി ഒരിക്കലും മറക്കത്തില്ല.
അപ്പോൾ വായിച്ചറിയുന്നതിനേക്കാൾ എളുപ്പമാണ് ഈ എൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതാണ് ഒരു പ്രധാന കാരണം. രണ്ടാമത്തെ കാരണം ടൈം ഡിഫറൻസ് ആണ്. അതായത് ഞങ്ങൾക്ക് രാത്രിയാവുമ്പോഴാണ് നിങ്ങൾക്ക് നേരം വെളുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരം വെളുക്കുമ്പം ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട സാധനമെല്ലാം ക്യാപ്സ്യൂളായി കിടക്കുക. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോ കഴിയുന്നതും ഈ നെഗറ്റീവ് ആവാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരാൾ കേൾക്കുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും പോസിറ്റീവ് വാർത്ത തപ്പി. അത് നിങ്ങൾ ഉദ്ദേശിച്ച, കാരണം ആദ്യത്തെ വീഡിയോ ചായ വെക്കുമ്പോഴും ടോയ്ലറ്റിൽ പോകുമ്പോഴും ഒക്കെ കേൾക്കും, പിന്നെ ഓഫീസിൽ പോകുന്നത് വരെ കേൾക്കും. അതുകൊണ്ട് തന്നെ അമേരിക്കൻ മലയാളികളാണ് വാസ്തവത്തിൽ മറ്റുള്ള ഇടങ്ങളെക്കാൾ കൂടുതലായിട്ട് മണനാടൻ്റെ വീഡിയോ കാണുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ചില വീടുകളിൽ ഭാര്യമാരോട് ഭർത്താക്കന്മാരും, ചില വീടുകളിൽ ഭർത്താക്കന്മാരോട് ഭാര്യമാരും എൻ്റെ പേര് വഴക്കുണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഈ അടുത്ത കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. പരേതനായ അച്യുതാനന്ദൻ അധമൻ എന്ന് വിശേഷിപ്പെട്ട ഒരു മന്ത്രി ഇന്നത്തെ മന്ത്രിസഭയിലുണ്ട്. പേര് പറയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഗണേഷ് കുമാർ. ഉള്ളൊരു വ്യക്തിത്വം, അങ്ങേപ്പോലുള്ളൊരു ചാനൽ ഇതുപോലുള്ള ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ചാനലിൽ വിളിച്ചു വരുത്തി ന്യായീകരിക്കേണ്ടതായ വല്ല കാര്യവുമുണ്ടോ? സത്യം അങ്ങ് പറയാമെങ്കിൽ ഞാൻ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് അങ്ങയുടെ വീഡിയോ ഞാൻ വാച്ച് ചെയ്യാനേ പോയിട്ടില്ല. കാരണം അത്രമാത്രം എന്നെ ഹേറ്റ് ചെയ്തു. ഇതുപോലൊരു വ്യക്തി എന്തുകൊണ്ട് സാജൻ സാറിൻ്റെ ചാനലിൽ വന്നു? രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, അഡ്വക്കേറ്റ് ജയശങ്കർ. 9:30 ഏഷ്യാനെറ്റ്, 10:30 മാതൃഭൂമി, 11 മണി ഉണ്ടായിരുന്നെങ്കിൽ മനോരമയിൽ പോയനെ. പക്ഷെ അവർ വിളിക്കാത്തത് കൊണ്ട് അവരെ 4 നിഘണ്ടുവില്ലാത്ത പദം പറഞ്ഞ് അവസാനിപ്പിക്കും. എവിടെ ശ്രദ്ധിച്ചോ, അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ടെങ്കിൽ മനോരമയെ 2 തെറി പറയാതെ അദ്ദേഹം അത് അവസാനിപ്പിക്കത്തില്ല. ആ വ്യക്തിയും അങ്ങയുടെ ചാനലിൽ സ്ഥിരമായി വന്നു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ? അദ്ദേഹം ഒരു കാലത്ത് വളരെ പ്രഹരപ്പെടായിരുന്നു. ഇന്ന് പക്ഷെങ്കിൽ ഏത് ചാനലോ അഭിപ്രായങ്ങളോ കമൻറ്റ് ബോക്സ് തുറന്നാലും ഇനഫ് ഫോർ അഡ്വക്കേറ്റ് ജയശങ്കർ. സാറിൻ്റെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്. 2 കാര്യങ്ങൾ. ഒന്ന്, ജയശങ്കർ സാറിനോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. ജയശങ്കർ സാറിനെ എന്നേക്കാൾ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ജയശങ്കർ സാറിനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങേക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവാം, തെറ്റില്ല. 2, ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്. എൻ്റെ ഇഷ്ടം ഞാൻ പറയേണ്ടതും എൻ്റെ അഭിപ്രായം ഞാൻ പറയും എൻ്റെ വീഡിയോയിലൂടെ. പക്ഷേ ഈ നാട്ടിൽ ആർക്കെങ്കിലും ലോകം അറിയുന്നവർക്കൊരു കാര്യം പറയാനുണ്ടെങ്കിൽ അവരുടെ വാതിൽ തുറന്നു കൊടുക്കേണ്ട പണി എൻ്റെയാണ്, വെളുപ്പിക്കലല്ല. അതായത് ഗണേഷ് കുമാറിന് പറയാനുള്ളത് കേൾക്കാൻ എൻ്റെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. അത് കൊടുക്കാൻ അവസരം നിഷേധിക്കുന്നെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമല്ല അടിച്ചേപ്പിക്കും. ഞാൻ ഗണേഷ് കുമാർ മഹാനാണ്, അയാൾ പെണ്ണുപിടിയെന്നൊക്കെ പറഞ്ഞ് നുണയാണ് എന്ന് പറഞ്ഞ് അയാളെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ വിമർശനം ശരിയാണ്. ഗണേഷ് കുമാറിന് എന്നോട് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ എന്നെ ഉപദ്രവിച്ച വ്യക്തി ആരെന്നറിയോ? ഏറ്റവും കൂടുതൽ എന്നെ ഉപദ്രവിച്ച വ്യക്തി PV അൻവർ. ഏറ്റവും കൂടുതൽ എന്നെ ഉപദ്രവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും വേദന ജീവിതത്തിലുള്ളത് എന്നെ ഒരു മുസ്ലിം വിരുദ്ധനായി പലരും ചിത്രീകരിക്കും. കാരണം എനിക്ക് ഒരു മതത്തോടും വിരോധമില്ല, മതവിശ്വാസത്തിൽ എനിക്ക് ബഹുമാനമാണ്. ഞാനതിനാണ് മുസ്ലിം വിശ്വാസത്തെ വെറുക്കുന്നത്. പക്ഷെ എന്നെ ഒരു മുസ്ലിം വിരുദ്ധനായി ഈ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചതും നല്ലവരായ മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ എന്നോട് ശത്രുത ഉണ്ടാക്കുന്നതൊക്കെ ഈ മനുഷ്യനാണ്. പക്ഷെ PV അൻവർ നാളെ എനിക്ക് മറുനാടൻ മലയാളി ഷാദിനൊരു ഇൻ്റർവ്യൂ എടുക്കുന്നത് ഞാൻ കൊടുക്കും. അയാൾക്ക് പറയാനുള്ളത് ലോകത്തോട് പറയിപ്പിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അതുകൊണ്ടാണ് മരടനീഷിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ എടുത്തു. മരടനീഷ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഗുണ്ടാ തലവന്മാരുടെ ഒരാളാണ്. ഒരിക്കലും സ്വന്തം ഫോണൊന്നുമില്ല, പോലീസ് തപ്പി നടക്കുക. ഒരിക്കൽ ഒരാളെൻ്റെ ഓഫീസിൽ വരുന്നു, അനീഷ് സാറിന് എന്നോടും സംസാരിക്കാൻ. ഏതാണ് അനീഷ് സാറ്? മരടനീഷ്. ഫോണിൽ തരുന്നു, സംസാരിച്ചു, ഒരു ഇൻ്റർവ്യൂ തരാനുണ്ട്. ഞാൻ വരാൻ പറഞ്ഞു. അന്ന് അയാളെ കണ്ട വെടിവെച്ച് കൊല്ലാൻ നടക്കുവാണ് തമിഴ്നാട് പോലീസ്. ഇയാളുടെ ഇൻ്റർവ്യൂ വന്നതിൻ്റെ പിറ്റേ ദിവസം ഒരു 250 പോലീസ് എൻ്റെ ഓഫീസിൽ വന്നു. കാരണം അവർ തപ്പി നടക്കുക ഇയാളെ. ഞാൻ എന്തിനാ മടിക്കുന്നത്? അയക്കവർ. കാരണം ഞാൻ അയാളുടെ ഇൻ്റർവ്യൂ എടുത്ത് എന്തിനാണ്? ഒന്ന്, നമ്മൾ കാണുന്നതിനപ്പുറത്തുള്ള ഒരു ലോകം നമ്മുടെ ചുറ്റിനുണ്ട്. കൊച്ചി കേന്ദ്രീകരിച്ച് നമ്മളൊക്കെ കാണുന്ന മനുഷ്യർക്കപ്പുറം ഈ നേതാക്കന്മാർക്ക് കപ്പം കൊടുക്കുന്ന കൊട്ടേഷൻ സംഘം നടത്തുന്ന ഒരു ലോകമുണ്ട്, സമാന്തര. ആ ലോകത്തെക്കുറിച്ചുള്ള വിവരം ലോകം അറിയാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഞാൻ തന്നെ അയാൾ പറഞ്ഞ കാര്യം കേട്ടിട്ട് ഞെട്ടിപ്പോയി. എനിക്ക് പേടിയായിരുന്നു പോകുന്ന വഴി ഇയാൾ എന്നെ വെടിവെക്കുമെന്ന്. കാരണം നമ്മൾ പരിശോധിച്ചിട്ടില്ലോ ഇയാളുടെ തോക്കുണ്ടോന്നുള്ളൂ. കയറി വന്നു, തോക്കൊക്കെ ഉള്ള ആളാണ്. അപ്പൊ പത്രപ്രവർത്തനത്തിന് പ്രത്യേകത ആർക്കും
പറയാനുള്ളത് പറയാൻ അവസരം കൊടുക്കണം. അതേസമയം കൺവിക്റ്റഡ്, അതായത് ഈ കുട്ടികളെ പീഡിപ്പിക്കുക, അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ഉറപ്പുള്ള ഒരുത്തന്നെ നമ്മൾ അവസരം കൊടുക്കരുത്, അത് ന്യായീകരിക്കാൻ അവസരം കൊടുക്കരുത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഞാൻ അവസരം കൊടുത്തില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് 3 ബലാത്സംഗ കേസല്ലേ രജിസ്റ്റർ ചെയ്തേ? അയാൾ പറയാനുള്ളത് കേൾക്കണ്ടേ? അത്രേ ഉള്ളൂ. അല്ല, ഞാൻ അയാളെ ന്യായീകരിച്ചതല്ല. പിന്നെ എൻ്റെ അഭിമുഖം എൻ്റെ വീഡിയോ പോലല്ല. എൻ്റെ വീഡിയോകൾ വളരെ അഗ്രസീവാണ്. എൻ്റെ അഭിമുഖം കാണുന്നവർക്കറിയാം. എൻ്റെ വിശ്വാസം, എൻ്റെ സ്റ്റുഡിയോയിൽ വന്ന് ഇരിക്കുന്ന ഒരു മനുഷ്യനെ അപമാനിക്കരുത്. മറ്റു പല ചാനലുകളും അതിഥികളെ ഇൻസൾട്ട് ചെയ്യും, ഞാൻ ചെയ്യത്തില്ല. അത് പിണറായി വിജയൻ വന്നാലും ഞാൻ ഇൻസൾട്ട്, അവർക്ക് പറയാനുള്ളത് പറയട്ടെ എന്നുള്ളതാണ്. അല്ലാതെ അവർ ചോദ്യം ചോദിക്കുന്നത് ഉത്തരം മുട്ടിക്കാനല്ല, ഉത്തരം കേൾക്കാനാണ് വിശ്വസിക്കുന്ന ആൾ. അതായത് വെള്ളപൂശലല്ല. അതിനുശേഷവും അയാൾക്കെതിരെ ഞാൻ വാർത്ത കൊടുത്തിട്ടുണ്ട്, ഈ ഗണേഷ് കുമാറിനെതിരെ. ഈ സംഭവത്തിന് ശേഷവും ഗണേഷ് കുമാറിന്, അത് വേറെ കാര്യം, അത് അത്രേ ഉള്ളൂ അതിനകത്ത്. ബഹുമാനപ്പെട്ട സാജൻ സ്കറിയ, ബഹുമാനമൊന്നും വേണ്ടെന്നേ. കേരളത്തിൻ്റെ സത്യം തുറന്ന് വിളിച്ചു പറയുന്ന നിങ്ങളെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. എനിക്ക് ക്വസ്റ്റ്യൻ ഓരോന്നുള്ളത്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരം വിട്ട് ഒഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന കേരളത്തിൻ്റെ കടത്തിൻ്റെ 4 ഇരട്ടിയാണ് ഇപ്പോഴത്തെ കടമെന്ന് അതെ പത്രങ്ങളിലൊക്കെ വായിച്ച് കേൾക്കാറുണ്ട്. കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതിനെപ്പറ്റി? കേരളത്തിൽ തീർച്ചയായിട്ടും ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഭരണമാറ്റം ഗുണമുണ്ടാവുമെന്ന് അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആരാണ് മുഖ്യമന്ത്രി ആവുന്നതിനനുസരിച്ചിരിക്കും ഭരണമാറ്റത്തിൻ്റെ ഗുണം. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ്. എൻ്റെ പേഴ്സണൽ ആഗ്രഹം. വി ഡി സതീശന് ഈഗോ ഉണ്ട്, ദേഷ്യമുണ്ടൊക്കെ പറഞ്ഞാലും വി ഡി സതീശന് ഒരു വിഷനുണ്ട്. വി ഡി സതീശനെ കാര്യങ്ങൾ പഠിക്കും. എനിക്ക് വി ഡി സതീശനേക്കാൾ കൂടുതൽ അടുപ്പമുള്ളത് രമേശ് ചെന്നിത്തലയോടാണ്. പക്ഷേ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ചെന്നിത്തലയും വി ഡി സതീശനാകാൻ സാധ്യത കുറവാണ്. ഇനി അഥവാ യു ഡി എഫ് കിട്ടിയ കെ സി വേണുഗോപാൽ ആകാനാണ് സാധ്യത. അതവിടെ നിൽക്കട്ടെ. യു ഡി എഫ് അധികാരത്തിൽ വരാൻ 2 കാരണങ്ങളുണ്ട് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വിശ്വാസം ശരിയാവണമെന്നില്ല. ഒന്ന്, അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് കേരളത്തിൽ. ജനങ്ങൾക്ക് അത്രമാത്രം വെറുപ്പുണ്ട്. അത് പ്രതിഫലിക്കും. 2, കേരളത്തിലെ ഏറ്റവും നിർണായകമായ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മുസ്ലിം വോട്ട് ബാങ്കാണ്. ബാക്കി എല്ലാ വോട്ട് ബാങ്കുകളും നിർണായകമല്ല. ഹിന്ദു വോട്ട് ബാങ്ക് ആലോചിക്കുക. ഏതാണ്ട് 60% വരുന്ന ഹിന്ദു വോട്ട് ബാങ്ക് CPM-നും കോൺഗ്രസിനും BJP-ക്കും പോകും. പതിയെ ഹിന്ദു വോട്ട് ബാങ്ക് BJP-ക്ക് കുറച്ച് അനുകൂലമാണ്, കൂടുതൽ കിട്ടും. CPM-ൽ നിന്നാണ് കൂടുതൽ വരുന്നത്. അതാണ് ഈ ഹിന്ദു വോട്ട് ബാങ്ക് വർദ്ധിക്കുന്നു എന്നതാണ് CPM-ന്റെ സാധ്യത കുറയുന്നത്. കാരണം CPM-ൽ നിന്നാണ് BJP-യിലേക്ക് വോട്ട് പോകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. CPM-ൽ നിന്നാണ് പോകുന്നത്, കോൺഗ്രസ് നല്ല. എല്ലായിടത്തും ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു BJP, തോറ്റത് പോയത് CPM-ആണ്. പാലക്കാട് CPM പുറകോട്ട് പോയി. എല്ലായിടത്തും നോക്കുക CPM-ൽ നിന്നാണ്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM-ആണ്. അപ്പോൾ ഹിന്ദു ധ്രുവീകരണം ഉണ്ടാവുമ്പോൾ CPM-ന് ദോഷം ഉണ്ടാവും. ഫസ്റ്റ് തിങ്. ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുന്നത് കേരളത്തിൽ, ഇത് മോശമായി പറയുന്നത് മതത്തിൻ്റെ പേരിലെങ്കിൽ പോലും പറയാം, ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുന്നത് പ്രിഡോമിനൻ്റ്ലി UDF-നാണ് എക്കാലത്തും ഭൂരിപക്ഷം. ചെറിയ മാറ്റം, കുറച്ച് LDF-ലേക്ക് പോകാൻ. കഴിഞ്ഞ തവണയൊക്കെ അല്പം LDF-ലേക്ക് പോയി. അതിൽ വലിയ കാര്യമായ മാറ്റം വരത്തില്ല. മുസ്ലിം വോട്ട് ബാങ്ക് മാത്രമാണ് ഒരുമിച്ച് നിൽക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയം മോദി സംഘവിരുദ്ധ രാഷ്ട്രീയമാണ്. അതാണ് അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയം. മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയം മോദി വിരുദ്ധ സംഘവിരുദ്ധ വോട്ടാണ്. ഈ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് പൂർണ്ണമായി UDF-ന് അനുകൂലമായി. കഴിഞ്ഞ 2 ട്രെൻഡ് BJP അധികാരത്തിൽ വന്നതിന് ശേഷം 19-ലും 24-ലും കംപ്ലീറ്റ് മുസ്ലിം വോട്ടും UDF-ന് അനുകൂലമായി LDF-നെ തൂത്തുവാരി കളഞ്ഞു. കാരണം മോദിയെ നേരിടാൻ അവർക്ക് വിശ്വാസം രാഹുൽ ഗാന്ധിയാണ്, പിണറായി അല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് RSS-നെയും BJP-യെയും നേരിടാൻ വിശ്വാസം പിണറായി ആയിരുന്നു, കോൺഗ്രസിനെ ആയിരുന്നില്ല. കാരണം പിണറായി ബോൾഡാണെന്ന് തോന്നലുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ അവർ ഈ മുസ്ലിം വോട്ട് ബാങ്ക് LDF-നൊപ്പം നിന്നു. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ശത്രുവായ PV അൻവർ ആകപ്പാടെ സമൂഹത്തിന് ചെയ്തൊരു ഗുണം, പിണറായിയുടെ അടുത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ പിണറായിയുടെ മുസ്ലിം സ്നേഹം തട്ടിപ്പാണെന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് സകല മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരും പിണറായി വിരുദ്ധരായി. എന്ത് സംഭവിച്ചാലും, ഏത് വേതാളത്തെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കാന്ന് പറഞ്ഞാലും മുസ്ലിം വോട്ട് ബാങ്ക് ഇക്കുറി UDF-നെ വോട്ട് ചെയ്യും. ഏതാണ്ട് 30% വോട്ടുണ്ട്. ഈ മുസ്ലിം വോട്ട് UDF-ന് പോകും. ക്രിസ്ത്യൻ വോട്ട് അല്പം ഭിന്നതയുള്ള കാരണം, പിണറായിയുടെ കുത്തിത്തിരിപ്പ് കാരണം കുറച്ചൊക്കെ നഷ്ടപ്പെടുമായിരിക്കും. ഹിന്ദു വോട്ട് ബാങ്ക് കുറച്ച് BJP കിട്ടുന്നതുകൊണ്ട് UDF അധികാരത്തിൽ വരൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഹലോ, എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ മുമ്പ് ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു.
ആൻസർ പറയുകയും ചെയ്തു. എങ്കിൽ തന്നെ ഒരു ക്ലാരിറ്റിയും കൂടെ വേണം എനിക്ക്. അതിപ്പം അങ്ങനെ പുകഴ്ത്തുന്നൊന്നുമില്ല, അങ്ങ് പറഞ്ഞില്ല, ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് കണ്ടതിൽ ഞങ്ങൾക്ക് അതിൻ്റെ പ്രതീകമാണ്. എല്ലാവരും അങ്ങനെയുള്ള സ്നേഹമാണ്, സത്യം വിളിച്ചു പറയുന്നതിൻ്റെ പ്രതീകമാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. എൻ്റെ ചോദ്യം ഇതാണ്, അങ്ങയുടെ പൊതുവെയുള്ള ന്യൂസുകളിൽ എല്ലാം തന്നെ ഒരു ബയസ്ഡ് ഏതോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് താങ്കൾ ചാഞ്ഞു നിന്നുകൊണ്ട് ന്യൂസ് പറയുന്നു എന്നുള്ളതാണ്. അത് BJP തന്നെ ആണെന്നുള്ള ഒരു അപവാദമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെങ്കിൽ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, കേരള രാഷ്ട്രീയത്തെ അങ്ങ് ശക്തമായിട്ട് എതിർക്കുമ്പോൾ അങ്ങേക്ക് ഒരു നിലനിൽപ്പ് വേണം. കേന്ദ്രത്തിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്. അതായിരുന്നല്ലോ അങ്ങ് കുറച്ച് നാൾ കേരളത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ ആരെ സംരക്ഷിച്ചതെന്ന് ഇതുവരെ എങ്ങും അറിയത്തില്ല. എന്നാൽ പറയാൻ സാധിക്കുമെങ്കിൽ പറയുക, എവിടെയായിരുന്നു ഒളിത്താവളം? ഞാൻ ഇതിന് ഉത്തരം പറഞ്ഞതാണ് ആദ്യം. ആരും എന്നെ സംരക്ഷിച്ചിട്ടില്ല. എന്നെ സംരക്ഷിച്ചത് സർവശക്തനായ ദൈവവും ലോകത്തെമ്പാടും ആയിരക്കണക്കിന് ഇവിടെ ഇരിക്കുന്ന പല മനുഷ്യരെക്കൂടെ ആളുകളുടെ പ്രാർത്ഥനയാണ്. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഒരുപാട് പേര് എനിക്കിവിടെ നേർച്ച ഇട്ടിട്ടുണ്ട്. ഞാൻ പലതും പോയി നിറവേറ്റാൻ പോയിട്ടുണ്ട്. മറ്റേ കണ്ണൂരിൽ ഏതൊരു സ്ഥലത്ത് മുട്ട വരെ അറിയാൻ പോയിട്ടുണ്ട്. ഞാനൊരു പള്ളിയിൽ, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, എടൂർ എന്നൊരു പള്ളിയിൽ ഞാൻ തുലാഭാരം ഇരിക്കാൻ പോണ്ടി വന്നു. എവിടെയെന്നറിയാമോ? ആറ്റുകാലമ്പൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ നാളൊക്കെ അവർക്കൊക്കെ അറിയാം. അവരോട് പറഞ്ഞു ആ ദിവസങ്ങൾ എല്ലാ ദിവസവും ഒരു ദിവസം 10-15 പേര് വഴിപാട് നടത്തുമായിരുന്നു. അപ്പോൾ ലോകത്തെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയാണ് എന്നെ രക്ഷിച്ചത്. ഇനി BJPയോട് സപ്പോർട്ടുണ്ട്. കെ. സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ BJPയുടെ ഏറ്റവും വലിയ നേതാവ്. എന്നെ ഇപ്പോഴും വ്യാജൻ കറിയാന്നാണ് വിളിക്കുന്നത്. കേരളത്തിലെ BJPക്കാരാണ് എനിക്കെതിരെ ഏറ്റവും കൂടുതൽ ഞാൻ കോൺഗ്രസിൻ്റെ ഏജൻ്റാന്ന് പറയുന്നത്. VD സതീശൻ്റെ സ്ട്രാറ്റജിസ്റ്റാണ് എല്ലാവരും പറയും. BJPക്കാർ പറയും ഞാൻ കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജിസ്റ്റാണ്, CPMകാർ പറയും ഞാൻ സംഘിയാണെന്ന് എല്ലാവരും പറയും. അതൊരു നമ്മുടെ രാഷ്ട്രീയമാണ് നമ്മൾക്കിടയിൽ തോന്നി. ഇപ്പം അങ്ങേക്കൊരു രാഷ്ട്രീയം കാണും, തെറ്റല്ല. ആ രാഷ്ട്രീയം വരുമ്പോൾ പൂർണ്ണമായും ഞാൻ കോൺഗ്രസിന് അനുകൂലമായി നിലപാടെടുക്കുമെന്ന് ആഗ്രഹിക്കും. ഞാൻ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നുണ്ട്, പക്ഷേ പൂർണ്ണമായും ചെയ്യത്തില്ല. BJPക്കാരുടെ പ്രശ്നം എന്താ? അവർ പൂർണ്ണമായും ഞാൻ BJP അനുകൂലിക്കാൻ ആഗ്രഹിക്കുന്നു, ചെയ്യത്തില്ല. ആകപ്പാടെ CPM ആണെന്ന് മാത്രമേ എന്നെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല അടുത്ത കാലത്തെങ്ങും. ബാക്കിയെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ സുഡാപ്പിയാണെന്ന് പറയുന്ന ആളുകളുണ്ട്, അറിയാവോ? കാരണം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ ഞാൻ പിന്തുണയ്ക്കാറുണ്ട്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ലീഗാണെന്ന്. കാരണം കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള ഒരു പെർസെൻറ്റേജ് നോക്കിയാൽ കശ്മീരൊക്കെ ഉപേക്ഷിച്ചാൽ ഒരു സംസ്ഥാനം. ഇവിടെ വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ലീഗ് ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ലീഗ് ഇല്ലായിരുന്നെങ്കിൽ ഇവരെല്ലാം SDPയും പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ആർക്കും ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇത് പറയുന്നത് കൊണ്ട് ഞാൻ സുഡാപ്പി എന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ട് ഇതിൽ കഥയൊന്നുമില്ല. പറഞ്ഞോളൂ, അടുത്ത ചോദ്യം. എൻ്റെ പേര് സണ്ണി മാത്യൂസ്. എല്ലാ ദിവസവും താങ്കളുടെ വീഡിയോകൾ കാണുന്ന വ്യക്തികളാണ് ഞാനും എൻ്റെ ഭാര്യയും. എല്ലാ ദിവസവും മുൻപേ പലരും പറഞ്ഞിട്ടുള്ള പോലെ വാർത്തയ്ക്ക് പിന്നിലെ സത്യം അറിയാനുള്ള സാധ്യത താങ്കളുടെ വാർത്തകളിലുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും താങ്കൾ അഭിപ്രായങ്ങൾ മാറ്റിപ്പറയുന്ന പല കാര്യങ്ങളുടെ സംഭവങ്ങളുണ്ടല്ലോ, താങ്കൾ സമ്മതിക്കും. അപ്പോൾ എൻ്റെ ചോദ്യം, ഞാൻ ഉദാഹരണത്തിലേക്ക് പോകുന്നില്ല, ചില കാര്യങ്ങളുടെ കൂടെ മാറ്റി പറയേണ്ടി വരുന്നുണ്ടാണ്. എൻ്റെ ചോദ്യം പ്രധാനമായിട്ടും താങ്കളുടെ വാർത്താ വിശകലനം അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ സത്യസന്ധമാണ് എന്ന് താങ്കൾ എങ്ങനെയാണ് ഉറപ്പിക്കുക? പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലെ വാർത്തകളൊക്കെ പറയുമ്പോൾ അത് പലപ്പോഴും മറ്റ് മാധ്യമങ്ങളിൽ വരുന്ന ആശയങ്ങളെ അടിസ്ഥാനമാക്കിയാണോ, അതോ അതിൻ്റെ പിന്നിൽ താങ്കൾക്ക് മറ്റേതെങ്കിലും രീതിയിൽ സത്യം കണ്ടുപിടിക്കാറുണ്ട്? പ്രത്യേകിച്ച് ഇതുപോലെ ഇറാൻ യുദ്ധത്തിലുള്ള കാര്യങ്ങളെപ്പോലുള്ള സംഭവങ്ങളിലൊക്കെ ട്രൂത്ത് എന്താണ്? കാരണം പലപ്പോഴും വി സേ ദാറ്റ് ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ താങ്കൾ അത് എങ്ങനെയാണ് ഉറപ്പിലാക്കുന്നതെന്ന് മനസ്സിലാക്കും. നമ്മളൊക്കെ നമ്മുടെ കാര്യം ആലോചിക്കുക. ഇവിടെ ഇരിക്കുന്ന ഭാര്യമാർ ഭർത്താക്കന്മാരെക്കുറിച്ച്, ഭർത്താക്കന്മാർ ഭാര്യമാരെക്കുറിച്ച് ആലോചിക്കുക. ഒരു 30% കാര്യത്തിലെങ്കിലും വിയോജിപ്പുണ്ടാവും, ഇല്ലേ? നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു, യാതൊരു പ്രശ്നവും ഇല്ല, സ്നേഹത്തിൽ പോകുന്നു. നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പോലും വിയോജിപ്പുണ്ട്. അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേകത. ഓരോരുത്തൻ്റെയും വ്യത്യസ്തമായ ജീനാണ്. ചിലരെല്ലാം ചിരിച്ചുകൊണ്ടിരിക്കും. സണ്ണിച്ചായം പൊട്ടിത്തെറിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്ത് പറഞ്ഞാലും പൊട്ടിത്തെറിക്കുന്നവരെ എനിക്കറിയാം. എന്ത് പറഞ്ഞു ചിരിക്കും, അത് മനുഷ്യൻ്റെ ജീനിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ പറയുന്ന വാർത്തയല്ല,
വാർത്തയും ഒപ്പീനിയനും വിലയിരുത്തലോട് കൂടിയുള്ള. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അപ്പം എൻ്റെ ഒരു ലോജിക്കുണ്ട്. എൻ്റെ ലോജിക്കിനനുസരിച്ച് അത് അത് ഭൂരിപക്ഷം പേർക്കും ഞാൻ പറയുന്ന ഒപ്പീനിയനും ഞാൻ പറയുന്ന അനാലിസിസിലെയും ഭൂരിപക്ഷവും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നിങ്ങൾ ഓർന്നിരിക്കുന്നത്. എല്ലാം ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ല. എല്ലാവർക്കും ഒരു ചിന്ത, ഒരു തിങ്കിങ് പാറ്റേൺ ഉണ്ട്. ഇവൻ കൊള്ളാം, ഇവൻ പറയുന്നത് 30% പോട്ടെ, 70% കൊള്ളാവുന്നതുകൊണ്ടാണ്. അപ്പം ഞാൻ പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം വിദേശ വാർത്തകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിൽ തന്നെ കാണുക. ഞാനിപ്പോൾ വാറാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം നടക്കുന്ന ഇറാൻ അമേരിക്കൻ വാറ്, ഈ വാറിനെ കുറിച്ച് ഞാൻ വിലയിരുത്തുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, അമേരിക്കയിലെ പത്രങ്ങൾ ഞാൻ നോക്കും, ബ്രിട്ടനിലെ പത്രങ്ങൾ ഞാൻ നോക്കും, അൽ ജസീറ ഞാൻ നോക്കും, ഇസ്രായേലിലെ പത്രങ്ങൾ ഞാൻ നോക്കും. ഈ രാജ്യങ്ങളിലെ ഓരോ ആംഗിളിലുമുള്ള വിലയിരുത്തലുകൾ ഞാൻ നോക്കും. എൻ്റെ ലോജിക്ക് കൂടെ അപ്ലൈ ചെയ്യും. ഇത് 100% ശരിയാവണമെന്നില്ല. എൻ്റെ ലോജിക്ക് കൂടെ അപ്ലൈ. എൻ്റെ ഒരു ലോജിക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞു, ഇപ്പോൾ ട്രംപിൻ്റെ കാര്യം എടുക്കുക, അമേരിക്ക എന്നൊന്ന് പറയാം. ട്രംപ് ഒരു ഡൊമസ്റ്റിക് പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ അമേരിക്കൻ ജനതയിൽ വോട്ട് നേടാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളതിൽ സക്സസ് ആണ്. കാരണം അയക്കറിയാം ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാം, പരിഹരിക്കാൻ ശ്രമിക്കുക. എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. ഉദാഹരണത്തിന് കുടിയേറ്റ നിയന്ത്രണം, അതിന് വഴി നമുക്ക് വേണേൽ കുറച്ചുകൂടെ മര്യാദ കാണിക്കാം. ഈ കൈയും കാലും കെട്ടിയിട്ടിട്ട് ഇടേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നടത്താം. പക്ഷെ എങ്കിൽ പോലും ഈ കൈയും കാലും കെട്ടിയിട്ട് യുദ്ധവിമാനത്തിൽ കൊണ്ടുപോകുമ്പം അത് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്, പേടിപ്പിക്കുക എന്നൊരു സന്ദേശമുണ്ട്. മെക്സിക്കൻ അതിർത്തി വന്നിട്ട് തിരിച്ചു പോകുക എന്നൊരു സന്ദേശമുണ്ട്. അതുകൊണ്ട് ചെയ്യുന്നു. പൊളിറ്റീഷ്യൻ നില ഗുണകരമാണ്. ഇപ്പൊ ഇറാനെതിരെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നു. എന്തുകൊണ്ടാണ്? ഇറാൻ പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ ലക്ഷ്യം, നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു സന്ധതയാണ്, അവിടെ ഒരു ഡൂംസ് ഡേ ക്ലോക്ക് ഉണ്ട്. ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. 2015 സ്ഥാപിച്ചതാണ്. ആ 2015 ഡൂംസ് ഡേ ക്ലോക്ക് സ്ഥാപിച്ചിട്ട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. 2040 മുമ്പ്, 2040 ഈ ക്ലോക്ക് 0 ആവുന്നത്. 2040 മുമ്പ് ഇസ്രായേൽ ഭൂപടത്തിൽ നിന്നും നീക്കം ചെയ്യാൻ വേണ്ടി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇറാൻ. അപ്പം ഇസ്രായേലിന്റെ മുമ്പിലുള്ള വഴി എന്താ? അവർ എന്നെ കൊല്ലാൻ പോവാണ്, എന്നെ ഇല്ലാതാക്കാൻ പോവാണ്. അണുബോംബ് ഉണ്ടാക്കിയാൽ നാളെ ഇവൻ കൊണ്ട് ഇസ്രായേൽ ഇട്ടാൽ പോയില്ല, അതിന് വെയിറ്റ് ചെയ്യാതെ തട്ടിക്കളയുന്നു. ട്രംപ് സഹായിക്കുന്നു. കാരണം നമുക്കറിയാമല്ലോ, ജ്യൂസിന്റെ ഇമ്പോർട്ടൻസ് അറിയാമല്ലോ. അത്രേ ഉള്ളൂ. അതേസമയം പേഴ്സണലി ചോദിച്ചാൽ വെനസ്വേലയിൽ പോയി ചെയ്ത് ശരിയാണോ ചോദിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റത്തില്ല. പക്ഷെ ചോദിക്കാൻ പറ്റുന്നവർ കാണും, ന്യായം കാണും. അപ്പം ഇതെല്ലാം വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ നമ്മുടെ അഭിപ്രായം കൊണ്ട് ഇടുന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടിരുന്ന വിഷയം, ഉദാഹരണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ, അതിൽ എൻ്റെ നിലപാട്, നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും അത് പറയും. നിങ്ങൾ അമേരിക്കൻ പൗരത്വമുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് അമേരിക്കയെ വിമർശിക്കാൻ പോകരുതെന്നാണ്. നിങ്ങൾ അമേരിക്കൻ പൗരത്വമുള്ളവരാ, എന്താണോ നിങ്ങളുടെ രാജ്യം എടുക്കുന്നത് അതിനൊപ്പം നിൽക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഇന്ത്യൻ പൗരനാണ്. എൻ്റെ സർക്കാർ, അത് മോദിയാണെങ്കിലും ശരി രാഹുൽ ഗാന്ധി ആണെങ്കിലും ശരി, എൻ്റെ സർക്കാർ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന തീരുമാനം എന്തോ അതിനെ ശരിവയ്ക്കണം, അതിനെ വിമർശിക്കരുതെന്നാണ് എൻ്റെ നിലപാട്. അതാണ് രാജ്യസ്നേഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.